സ്തുതി പാടിടാം മനവീണകൾ നീട്ടി പാടിടാം മമനാഥൻ സ്തുതി പാടിടാം ഈ അനിത ടോമി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ടോമിയുടെ സാക്ഷ്യങ്ങളെന്ന് പറയുന്നത്, അനിത ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നത്തെ അവർ അനാവരണം ചെയ്തില്ല, നല്ല കാര്യം. അത് നമുക്ക് അവരുടെ സ്വകാര്യ വിഷയം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവർ ആ ഒരു സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ഭയങ്കര ആഴമുള്ളതാണ്. കാര്യം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, വൈരാഗ്യം ഉണ്ടായി, വെറുപ്പുണ്ടായി, ഒറ്റപ്പെട്ട് കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അതിനുള്ളിൽ അവർ പ്രഗ്നൻറ്റുമായി. അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ബ്ലീഡിങ്ങുമായി. ഭയങ്കരമായ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു ഭയങ്കര നമുക്ക് താങ്ങാനാവാത്ത ഒരു മാനസിക ഭാരങ്ങളാണ്. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവളോട് ഡോക്ടർ പറഞ്ഞ്, നിങ്ങളുടെ ഈ സൈക്കോസോമ ഡിസീസ് പോലെ വരണതാണ്. മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും ആഘാതവും ഭാരവും ആണ് ബോഡിയെ ബാധിച്ചിട്ട് അത് പിന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ലാണെന്ന്, ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു. കാര്യം ഉറക്കമില്ല, ആളിന് ഡിപ്രഷനായിപ്പോയി. ഉറക്കമില്ലാണ്ട് വന്ന് ഡിപ്രഷനായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നമുക്ക് ഒരു ഹെൽപ്പ് തരും. ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് ഇതൊക്കെ തരും. നമ്മളെ എംപവർ ചെയ്യണം അവരുടെ ഉദ്ദേശം. അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഉത്തേജകമായ ഉപദേശങ്ങളും ചിലപ്പോൾ മരുന്നും തരും. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഇവർ പോവുകയാണ്. അതിനുശേഷം ഈ കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്യാട്രിനെ കാണിക്കേണ്ടത്, ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു. മാനസികമായ ഉപദേശകനേക്കാൾ ഉപരി ഒരു മനോരോഗ വിദഗ്ധൻ. പത്ര കണ്ട് ഇവൾ ഡിപ്രസ്ഡായി പോയായിരുന്നു. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇപ്പം എനിക്കോ നിങ്ങൾക്കൊക്കെ ഇത് വരാം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. തമിഴ്നാട്ടുകാരൻ അധികം വരിക, അത്രയും വരത്തില്ല. തെലുങ്കുകാരന് അവരൊക്കെ കെയർലെസ് ആയിട്ട് ആവശ്യമില്ലാത്ത ബേബി കെയറൊന്നും കൊടുക്കണില്ല എല്ലാവരെയും. നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊരു ബേബി കെയറാണ്. അത് കാരണം ഇങ്ങനെ സ്പൂൺ ബേബിയായിട്ട് ബിസ്ക്കറ്റ് ബേബിയായിട്ട് ജനിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കടന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരണില്ലേ. അത് ആവശ്യമില്ലാത്ത ഒത്തിരി കെയറുകൾ കിട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ബേബിയായി പോകും.
അപ്പം അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇവരുടെ വിഷയം കണ്ടില്ലേ, ഇവരുടെ വിഷയം വളരെ സീരിയസാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു. സൈക്കാട്രി അവർ കണ്ടു. അങ്ങനെ അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ച് കൊടുത്തു. അപ്പോൾ ഉറങ്ങാനുള്ള മരുന്നുകളും മറ്റു തരത്തിലുള്ള ഹോർമോൺ ഉത്തേജകമായിട്ടുള്ള മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് ബലം കിട്ടും. പക്ഷേ ഇഷ്യൂ പോകത്തില്ലല്ലോ. നമ്മുടെ മനസ്സിനെ ആഘാതമാക്കിയ സബ്ജക്റ്റ് വൈസ് അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ വലിയ പാടാണ്. അതൊരു ടൈം കഴിയുമ്പോൾ മറന്നും പുറത്തും മാറി താമസിച്ചും ഒക്കെ ഇങ്ങനെ കുറച്ച് സബ്സൈഡ് ചെയ്ത് പോകുന്നല്ലാതെ ആ ഇഷ്യൂ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത, രോഗകാരണങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇവളാണെങ്കിൽ ശരിക്കും ഒരുങ്ങി ഡിപ്രസ്ഡായിട്ട് ഈ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സീറോയിലേക്ക് വരികയാണ്. സീറോയിലോട്ട് പറഞ്ഞ കാര്യം വെച്ചാൽ മാനസികാവസ്ഥ വളരെ മോശമായി. ഇപ്പം നമ്മൾ കീഴടങ്ങി കൊടുക്കത്തില്ലേ, കീഴടങ്ങി കൊടുക്കും. ചിലർ രോഗത്തിന് കീഴടങ്ങി കൊടുക്കും. പട്ടാളക്കാർ യുദ്ധം തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളക്കൊടി വീശും, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കും. അപ്പോൾ ശത്രുക്കൾ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല തുറങ്കിലും അടക്കും. ചിലപ്പോൾ അവിടെ കിടന്ന് ചത്തുപോയതും വരും. ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ജീവനുള്ളവർ തിരിച്ച് ഏൽപ്പിച്ചെന്ന് വരും. എന്നാലും ഒരു തോറ്റ് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു, നമ്മൾ തന്നെ തോറ്റ് കൊടുക്കുന്ന അവസ്ഥ. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായത്, ഇതിൻ്റെ മാസം തികയാതെ പ്രസവിക്കും, 7-ാം മാസം പ്രസവിക്കും. അതൊന്നും അനിത ടോമിനെ അധികം ചെയ്യണില്ല. കാര്യം മനസ്സ് വളരെയേറെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ അങ്ങനെയൊന്നും ഇല്ല. അതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. അപ്പോൾ ഇതിങ്ങനെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് അവരുടെ തൊണ്ടയുടെ ഇടയിൽ തൊണ്ട വാ പൊളിച്ചപ്പോൾ 2 കുരുക്കൾ. അപ്പോൾ അതിനെ പക്ഷേ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ഇവള്. ആ സംഭവം നേരത്തെ ഉള്ളതാണ്, 2-3 ആഴ്ചയായിട്ട് ഈ കുരുക്കൾ തൊണ്ടയിലുള്ളതാണ്. പക്ഷേ ഇവർ ലീസ്റ്റ് കോൺഷ്യസ് ആണ്. അതിൽ അവർ അഡ്രസ്സ് ചെയ്യണില്ല, ആ വിഷയം അഡ്രസ്സ് ചെയ്യണില്ല. പക്ഷേ എങ്കിലും ആശുപത്രി ചെന്നപ്പോഴേ ഇപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ അവർ വന്നത് ഇവിടെ ഈ എൻഡോക്രൈമിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു. തൊണ്ടയുടെ ചികിത്സയിലെ തിരക്കില്ലാത്ത ഡോക്ടർ ഏതാണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിരിക്കണത്. അപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത ഡോക്ടറിനെ കണ്ടുപിടിച്ചത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്ത് പരിപാടി, എത്ര ദിവസമായി ഇങ്ങനെയൊക്കെ പുള്ളി ചോദിക്കണ്ടേ. അപ്പോൾ അത് ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് FNACക്ക് വിടണമെന്ന് പറഞ്ഞു. FNAC എന്ന് പറഞ്ഞാൽ സാമ്പിൾ ടെസ്റ്റാണ്, ബയോപ്സി എന്നൊക്കെ പറയത്തില്ലേ. അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കുറച്ച് തന്മാത്രകൾ എടുത്തിട്ട് ഒരു ടെസ്റ്റിന് വിടും. ടെസ്റ്റിന് വിട്ടിട്ട് ആ ടെസ്റ്റ് തിരിച്ചു വരുമ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്ന ആൾ പിന്നെ അകാലമായിട്ട് പ്രസവിച്ച ആൾ പിന്നെ ഇപ്പം ഈ അസുഖം കൂടി വന്നപ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻസർ പോസിറ്റീവാണ്. ക്യാൻസർ പോസിറ്റീവ് ആകുമ്പോൾ എന്നിട്ട് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല. ഈ FNACക്ക് ടെസ്റ്റിന് വിടുമ്പോൾ, ബയോപ്സിക്ക് വിടുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കത്തില്ലേ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും. ഒടുങ്ങണേ അങ്ങോട്ട് ഒടുങ്ങട്ടെ. ഇതാണ് സാധനം, ഇതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. ഒടുങ്ങണേ അങ്ങോട്ട് ഒടുങ്ങട്ടെ എന്ന് വിചാരിക്കുന്നത് അവർക്കൊന്നും തോന്നണില്ല. അപ്പോൾ ഇതാണ് ഡിപ്രഷൻ്റെ ഏറ്റവും കാര്യം. സ്വന്തം ലൈഫ് തന്നെ സിങ്കിങ് ആയിട്ട് അതിനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കൈയെടുത്ത് തുഴയാൻ വേണ്ടി പോലും സ്വന്തമായിട്ട് ഇച്ഛാശക്തി തോന്നാത്ത ഒരാൾ, അത്രയും ഡിപ്രഷനാണെന്ന് അർത്ഥം. മനസ്സ് വൈരാഗ്യവും വിദ്വേഷവും വേറെ, സങ്കടങ്ങളും കുടുംബ പ്രശ്നങ്ങളുണ്ട്.
ഇതുമൂലം ശരീരത്തിനുണ്ടായിരിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പീഡകളും വേറെ. അപ്പോഴിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് തോന്നുന്നുണ്ട്, തനിക്കെന്ത് ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും തന്നെ ഒന്ന് നല്ലവണ്ണം ഉപദേശിക്കണത് നല്ലതാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നൽ ഇവൾക്കുണ്ടായി. അപ്പം ഇവളെ ഒരു റീന എന്നും പറഞ്ഞ് ഒരു ചേച്ചിനെ ഇവൾക്കറിയാം, ഇവളുടെ മനസ്സിലുള്ളതാണ്. കാരണം റീനയുടെ പ്രാർത്ഥനയും ജീവിത രീതിയും ഒക്കെ ഇവളെ മനസ്സിൽ. അപ്പം ആരെങ്കിലും തങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പെട്ടുപോയ അവസ്ഥയിൽ എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്ന പേര് റീന എന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ. ഈ റീന എടുത്ത് ചെന്ന് പറയും, ഇവിടെ താൻ എന്നെ ഒന്ന് ഉപദേശിക്കേ. കണ്ട ഉപദേശത്തിൻ്റെ വിഷയം കണ്ട. അപ്പം ഒരേ വിഷയം പോണ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റീനയോട് പറയും, ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസറാണ്, അതുപോലെ തന്നെ എനിക്ക് ഡിപ്രഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഉടനെ റീന ഇത് കേട്ട് പറഞ്ഞു, നിനക്കൊരു ഡിപ്രഷനും ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റ വാക്ക്, നിനക്കൊരു ഡിപ്രഷനും ഇല്ല, നീ ഇന്ന് തന്നെ കൃപാസനത്തിലല്ലേ, അമ്മ ബാക്കി തീരുമാനിക്കട്ടെ എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഒരു വിഷയം സോൾവ് ചെയ്യുന്ന രീതി കണ്ട. ഇപ്പോൾ റീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് അബൌട്ട് കൃപാസനത്തെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും അവിടെ ചെന്നാൽ ആ കാലന്ന് കുത്തിയാൽ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതിനെക്കുറിച്ച് റീനയ്ക്ക് നല്ല ബോധ്യമാണ്. തകർന്നടിഞ്ഞ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒറ്റ വാക്ക് പറഞ്ഞു, നിനക്കൊരു ഡിപ്രഷനുമില്ല, ഒരു ചികിത്സയുമില്ല, ആ മരുന്നെല്ലാം കളാ, നീ കൃപാസനത്തിലല്ലേ, അമ്മ ഈ വിഷയത്തെ തീരുമാനിക്കുമെന്ന് പറയും. അതാണ് ബോധ്യം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവർ അന്ന് വന്നില്ല, പിറ്റേ ദിവസം കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് അവർ ഉടമ്പടി എടുക്കും. ഇവർ പറയണതേ, ഉടമ്പടിയുടെ ക്ലാസ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ദിവസം, നിങ്ങൾക്കറിയില്ല ഉടമ്പടി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പോൾ എൻ്റെ ക്ലാസ് ആയാലും ജോമോളുടെ ക്ലാസ് ആയാലും ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡാണ്. റെക്കോർഡ് ചെയ്തിട്ട് നമ്മളവിടെ കേൾപ്പിക്കണതാണ്. എപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈരാഗ്യം പോയി, എൻ്റെ വിദ്വേഷം പോയി, ഞാൻ ആകപ്പാടെ വിശുദ്ധീകരിച്ചതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഇത് അനേകം മക്കൾക്ക് സംഭവിക്കുന്നതാണ്. കാര്യം ഉടമ്പടിയുടെ ക്ലാസ്സിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അവിടെ പോയിരുന്നുണ്ട് കടമാൻ പോത്തിനെ പോലെ ഉറങ്ങുന്ന കക്ഷികളുണ്ട്. അതുങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങുകയേ ഉള്ളൂ. പിന്നെ എനിക്ക് സന്തോഷമാണ്, 10 പത്രം ആൾക്കാർക്ക് കൊടുക്കുകയില്ല. ഉറങ്ങണവരാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പത്രം കൊടുക്കേണ്ടി വരുമില്ല. കാര്യം പത്രത്തിലല്ലേ പരിശുദ്ധ അമ്മ എല്ലാ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജനങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതും അറിയാത്തവരെ അറിയിക്കുന്നതും ആഴപ്പെടുത്തുന്നതും നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നതും എല്ലാം ഈ പത്രമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാൽ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളും വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. കൃപാസനത്തിന് മിഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ മിഷൻ എപ്പോഴായാലും ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെയാണത് ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും ഒക്കെ കൊണ്ടുവരണത്. അപ്പോൾ റീന ഇത് ക്ലാസ് കേട്ടപ്പോൾ തന്നെ വൈപ്പായി. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരങ്ങളെല്ലാം മാറുകയും വിദ്വേഷം മാറുകയൊക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാണ് അതിൻ്റെ അകത്ത്. അതാണ് എൻ്റെ അകത്ത് വിഷയം ഇരിക്കുന്നത്. കാര്യം തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, താൻ ഈ ചെയ്യണതൊന്നും ശരിയല്ല, ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് സ്വയമായി ബോധ്യമൊക്കെ. പക്ഷെ അവളോട് കാണിച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് വൈരാഗ്യം ഒട്ടും മാറണമില്ല. അങ്ങനെ ഒരു പെട്ടിരിക്കുന്ന ആളെ അവൾ കാണിക്കുന്ന വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ശരിയല്ലെന്നും അതൊക്കെ മാറേണ്ടതാണെന്നും അവൾക്കറിയാം. പക്ഷെ അവളോട് കാണിച്ചിരിക്കുന്ന വ്യക്തികൾ അതിനുള്ള കാരണങ്ങളില്ലാത്ത കൊണ്ടും മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാരണവും അവൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു കാണാത്ത കയറെ കെട്ടിയിട്ടുള്ള വിഷമസന്ധിയിൽ അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്,
അവിടെ ഇവളുടെ ഒരു ആത്മാർത്ഥത കാരണം ഈ ദൈവം ആദ്യമേ തന്നെ ഇൻസെൻറ്റീവ് എന്ന് പറയും. നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു സംഭവമാണ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ഒരു അച്ചാരം പോലെ ഒരു അഡ്വാൻസ് ഒരു നമ്മളുടെ നിന്നൊരു വ്യക്തിപരമായ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു 10% താല്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആകർഷണ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വഴുതി പോയിട്ടില്ല, ഇപ്പോഴും ഒരു നോട്ട് പിടുത്തമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഭാവിയിൽ നിങ്ങൾ ശരിയായി വരുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കണ്ണും പൂട്ടി ഒരു ബിസിനസ് ഒരു വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാങ്കുകാർ ലോൺ തരാൻ തയ്യാറാകും, അല്ലേ? ബാങ്കുകാരൊക്കെ ആ പ്രോജക്റ്റ് കറക്റ്റാണ്, അതിൻ്റെ എക്സ്പോർട്ട് നടക്കും, നിങ്ങൾക്കതിൻ്റെ മൊണോപ്പൊളി ഉണ്ട് എന്ന് ബാങ്കിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഓടി എത്ര വേണമെങ്കിലും തരും, കോടിക്കണക്കിന് രൂപ തരും. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ദൈവവും തരും. നമ്മൾ രക്ഷപ്പെടുമെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ പ്രോജക്റ്റ് ഇതിന് ഗ്രേസിൻ്റെ കൃപ മുടക്കാൻ പറ്റിയ ഒരു നല്ല സക്സസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അനിത ടോമി ഒരു ടൈം കഴിയുമ്പോൾ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അത് എപ്പോഴും എൻ്റെ മക്കളെ ഉടമ്പടിയുടെ വിജയമെന്ന് പറയണത് നിങ്ങളുടെ ഓരോരോ കാലത്തെ വീട്, വിവാഹം, ജോലി, പഠനം, അതുപോലെ തന്നെ പരീക്ഷ, ആ ഒരു വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയെ സമീപിച്ചു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവവുമില്ല ആരുമില്ലാത്ത പോലെ ജീവിക്കുന്ന ഒരു രീതിയാണല്ലോ ചില ആൾക്കാരുടെ ഉള്ളത്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം. നിങ്ങൾ ആദ്യമേ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും കവനൻ്റ് ഈസ് എൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ വെച്ചാൽ ബുദ്ധിപരമായൊരു നടപടിയാണ്. നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു മിനിമം പരിപാടിയല്ല. ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം IELTS പാസ്സാകാനുള്ള ഒരു മിനിമം പരിപാടിയല്ല, വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയല്ല, കല്യാണം ഒത്തുവരാൻ വേണ്ടിയുള്ള ചെറിയൊരു നടപടിക്രമമല്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണിതെന്ന് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കണം. പിടികിട്ടിയ ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇടപെടേണ്ട കാര്യം, ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആദ്യമേ തന്നെ ദൈവത്തെ ധരിപ്പിക്കേണ്ട, കർത്താവേ എൻ്റെ ഈ പരീക്ഷ കൊണ്ട് തീരണമല്ല നമ്മമ്മലുള്ള ജീവിതം, എൻ്റെ ഈ കാനഡയിൽ പോയിക്കൊണ്ട് തീരണതല്ല നമ്മമ്മലുള്ള ജീവിതം. ഞാൻ എവിടെ പോയാലും ചില ആൾക്കാർ പറയത്തില്ലേ മരണം വരെ ഞാൻ ഉടമ്പടി ജീവിതം ജീവിക്കുമെന്ന്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലായി. ജീവിത രീതി എന്നാണ് പറയണത്. ഉടമ്പടി ഒരു ജീവിത രീതി, സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ദൈവത്തിന് ആദ്യമേ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇല്ലേ, നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പം നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും നമ്മൾ ഇന്നയാളാണെന്ന് പറയത്തില്ലേ. ഞാൻ ഫാദർ ജോസഫ് വലിയ വീട്ടിലെ ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് ഞാൻ ആദ്യം പറയും. കൃപാസനൊക്കെ പിന്നെ പറയത്തുള്ളൂ. കാര്യം ഞാൻ എന്നെ രൂപതയിൽ എനിക്ക് പട്ടം തന്നിരിക്കണത്. അപ്പം ഞാൻ ആദ്യം അത് പറയും, ആലപ്പുഴ രൂപതയുടെ ഒരു വൈദികനാണെന്ന് പറയും. ബാക്കിയെല്ലാം ഫംഗ്ഷൻ മിഷനൊക്കെ കർത്താവ് തന്നതാണ്, പിന്നീട് കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയണത്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിരിക്കണം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളിൻ്റെ വൈഫാണ് അനിത ടോമി, എൻ്റെ വിഷയം ഇതാ, ഞാൻ ഇത് കഴിഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം കുറച്ച് തീരും. കാര്യം എന്താ വെച്ചാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി. കാര്യം ദൈവത്തിന് അറിയാം നീ ജീവിക്കുകയോ ഇല്ലേ എന്നുള്ളത്. അത് ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിൻ്റെ അടുത്ത് ഉടായ്പൊന്നും നടക്കത്തില്ല. നീ ജീവിക്കുമോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നീ സത്യസന്ധമായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഈ പ്രശ്നങ്ങളും പരീക്ഷാ സമയം കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണം
ഞാനിപ്പോൾ ഇത്രയും എക്വിപ്ഡ് അല്ല, ഈ വിഷയം അതിജീവിക്കാൻ ഞാൻ അത്രയും കരുത്തില്ല. ഇപ്പം നീ എന്നെ സഹായിക്കണം, പക്ഷെ ഞാൻ മരണം വരെ ഞാൻ നിന്റെ കൂടെ നിൽക്കും. നീ ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഇപ്പോൾ നീ എന്നെ സഹായിക്കണം, നീ എന്നെ സഹായിക്കണമേ ഈശോയെ. മരണം വരെ നിന്നോടുള്ള ഉടമ്പടിയിൽ ഞാൻ സുവിശേഷ സാക്ഷിയായി ജീവിച്ചു കൊള്ളാം. ശ്രുതികടെ ഇത് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് വായിച്ചെടുക്കും. പക്ഷേ അനിതയെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് നല്ലതുപോലെ വായിച്ചെടുത്തിട്ടുണ്ട്. കാര്യം അനിതയുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അനിത ഭയങ്കര നല്ല രസകരമായ ഭാഷയിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ട ഇതാണ്. ഈ സാക്ഷ്യം പറയുമ്പോൾ, സാക്ഷ്യം എന്ന് പറയുമ്പോൾ, കൃപാസനത്തിൽ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാര്യം ദൈവം നിങ്ങളെ ഒരു സുവിശേഷമായിട്ട് ഉയർത്തുകയാണ്. ദൈവം നിങ്ങളെ സുവിശേഷമാകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സുവിശേഷമേകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നു. രണ്ട് കാര്യം നടക്കുന്ന സാക്ഷ്യത്തിലാണ്. സാക്ഷ്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ സുവിശേഷമാകുകയാണ്. അയാളുടെ ജീവിതം തന്നെയാണ് സുവിശേഷം. മറ്റെന്താണ്? അയാളുടെ അനുഭവത്തെ മറ്റവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഇവർ അധികം പ്രായമുള്ളവരായിരിക്കരുത്. കാര്യം എന്താ പറഞ്ഞാൽ യൂത്തിനാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. കൃപാസനം എല്ലാ പ്രായമുള്ളവരും എല്ലാവരും കുറഞ്ഞവരും എല്ലാവരുടെയും സ്ഥലമാണ്. പക്ഷേ നമ്മളെ സുവിശേഷ വേലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന യൂത്തിനെയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ചെറുപ്പക്കാരാണ്. അപ്പം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുപ്പക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ സാക്ഷി അല്പം ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യും. എന്താ കാര്യം? അവരുടെ സുവിശേഷ സാക്ഷ്യം കേട്ടിട്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് യുവത്വം ക്രിസ്തുവിൽ ബലം പ്രാപിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ യൂത്ത് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാർ അവരെ കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങൾ സാക്ഷ്യം പറയാൻ നേരത്ത് മകനോ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ പറയുമ്പോൾ നല്ല വെടിപ്പുള്ള ഭാഷയിൽ ഭംഗിയായിട്ട് പറയുന്നവർക്കാണ് മുൻഗണന. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അപ്പം അച്ഛൻ ചോദിക്കും, അപ്പം ഞങ്ങളുടെ ദൈവാനുഭവമില്ല, നിങ്ങളുടെ ദൈവാനുഭവമാണ്. അതിന് രണ്ട് സ്ഥലത്ത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആളെ വെച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെന്താണ് ഇവർ പറയണത്, കൃത്യമാണോ എന്ന് പറയും. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് 90% ആൾക്കാർ നല്ലതുപോലെയാണ് പറയണത്. 90% ആൾക്കാർ നല്ലതുപോലെയാണ് പറയണത്. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പുറത്തേക്ക് പോകുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണിത് പോണത്. ഒരു നമുക്കറിയാമല്ല, പഴയ കാലവുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴ് ആൾക്കാർ ഈ യൂട്യൂബിലല്ലേ ഈ സംഭവം പറയണത്. അപ്പോഴിങ്ങനെ തോണ്ടിക്കളയും ആൾക്കാർ. സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ചളുവാണെങ്കിൽ അവർ തോണ്ടിയിട്ട് വേറെ വല്ല മമ്മൂട്ടിയുടെ പടവും കണ്ടുകൊണ്ടിരിക്കും ആൾക്കാർ. അതാണ് വിഷയം. നിങ്ങളെ സാക്ഷ്യം കേട്ടാൽ തോണ്ടിക്കളയാൻ തോന്നരുത്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് നല്ലവണ്ണം ഒരുങ്ങി മണിമണി പോലെ പറയണം. ഇത്തിരി പ്രായമായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയണ കാര്യം വൃത്തിയായാൽ മതി. ചിലർ പറഞ്ഞ് കുളമാക്കി കളയും. നല്ല സാക്ഷ്യങ്ങളാണ്. ഈ അലക്സച്ചൻ വന്ന് എപ്പോഴും എന്നോട് കംപ്ലൈൻറ്റ് പറയും, നല്ല സാക്ഷ്യം വരുന്ന എടുത്ത് പറഞ്ഞ് കുളമാക്കി കളഞ്ഞെന്ന് പറയും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാക്ഷ്യമാണ് അവർ പറയണത്, നല്ല അനുഭവമാണ് അവരുടെ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. വീട്ടിൽ ഇരുന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. കണ്ണാടിയൊക്കെ എടുത്തിട്ടേ ഒരു കണ്ണാടിയൊക്കെ എടുത്ത് സാക്ഷ്യം പറഞ്ഞു നോക്കണം. അപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ എങ്ങനെ വക്കരിക്കണമെങ്കിൽ നോക്കണം. നിങ്ങളുടെ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം നോക്കണം. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഒന്ന് കാര്യം നമ്മളെന്താണ് ഇത് സാക്ഷ്യത്തിന് വേണ്ടി ഒരു പീഠമിട്ടുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. മതാവിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. മതാവിൻ്റെ മുമ്പിൽ നിൽക്കണതാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ്. കൃപാസനത്തിൻ്റെ സാക്ഷ്യമെല്ലാം എന്താണ്? അമ്മ ചുറ്റി നടന്ന് അമ്മ ഇവിടെ അല്ലല്ലോ ഇരിക്കണേ. ഇവിടെ വരുന്നവർക്ക് ഇവിടെ, അല്ലാത്തവർക്ക് എവിടെയാണ് അവിടെ ഉള്ളത് അവിടെ ചെന്നിട്ടാണ് ഈ സാക്ഷ്യം ഉണ്ടാക്കുന്നത്.
സുഗന്ധലേപനമായാലും ശരി, മഴവില്ലായാലും ശരി, അമ്മയുടെ പ്രത്യക്ഷീകരണമായാലും ശരി, സ്വപ്നമായാലും ശരി, സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയായിട്ട് ഈ പ്രത്യക്ഷീകരണ സന്ദേശം എവിടെയാണോ നിങ്ങൾക്ക് വിഷമമുള്ളത് ആ വെന്റിലേറ്ററിൽ പോലും അമ്മ നേരിട്ട് വരികയാണ്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും അതൊരു പ്രതീക്ഷയാണ് നൽകണം. പുതിയൊരു കാലത്തെ നീ ഏത് കെട്ടകാലത്താണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിലും അമ്മ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ തോപ്പിക്കാൻ ഈ ജീവിതത്തിന് കഴിയത്തില്ല. ദൈവം ജയിക്കും, നീ ജയിക്കും, നിന്നിലൂടെ സുവിശേഷം മുന്നേറും. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ തന്നെ സാക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവ് ഒരു ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പറയും, കർത്താവേ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷി ആക്കണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. പക്ഷെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. വല്ല കോഞ്ഞാട്ട സാക്ഷ്യമാണെങ്കിൽ ഞങ്ങൾ ഓടിച്ചിടുവിടുന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ മസിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ സാക്ഷ്യം പറയാൻ നേർച്ച നേർന്നതാണ്. നേർച്ച നേർന്നെങ്കിൽ അവിടെ പോയിരുന്ന് പറയാൻ പറയും, ഇവിടെ പറയിപ്പിക്കത്തില്ല. ആ സാക്ഷ്യം കറക്റ്റായിരിക്കണം. ചില ആൾക്കാർ ഇവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നേർച്ച നേർന്നതല്ലേ, ഞങ്ങൾക്ക് പറയണ്ടേ, കടവല്ലേ, കടവൊക്കെയാണ്. പക്ഷേ സാക്ഷ്യം, ഈ സാക്ഷ്യം കൃപാസന ആൾത്താരയിൽ പറയാപ്പിക്കാൻ വേണ്ടി അത് സ്റ്റാൻഡേർഡ് ഇല്ല. അതാണ് പ്രശ്നം. അതിനാണ് ജീന സിസ്റ്ററിനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിയാണ്. സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള സിസ്റ്ററും കൊള്ളാം, ഈ അച്ഛനും കൊള്ളാം. അവർ സത്യസന്ധമായിട്ട് സുവിശേഷ വേല ഭയങ്കര തീക്ഷ്ണമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരോട് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഈ സാക്ഷ്യത്തിൻ്റെ വെയിറ്റേജ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർ നിങ്ങളോട് പറയും, ചേച്ചി കുറച്ചുകൂടി നല്ലൊരു സാക്ഷ്യം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ യഥാർത്ഥ കക്ഷികളെ ഒളിച്ച് കളിക്കുകയല്ലേ, അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കണത് ഈ 70 വയസ്സുള്ള ചേട്ടത്തിയാണ് വന്നിരിക്കുന്നത്. പേരക്കിടാവിൻ്റെ സാക്ഷ്യമാണ് ഈ പറയണത്. പേരക്കിടാവ് വീട്ടിലുണ്ടാകുകയെ വരത്തില്ല, അവൾക്ക് വരാൻ കുറച്ചിലാണ്. ഈ അമ്മമ്മ തള്ളയെ കൊണ്ടുപോകുന്നതാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കുന്നത്. അപ്പോൾ ഉടനെ അവർ പറയും, പേരക്കിടാവിനല്ലേ ആനുകൂല്യം കിട്ടിയിരിക്കണത്, അത് അസൈൻ ചെയ്യണോ. ചേച്ചി പറഞ്ഞാൽ ആളെ നമ്മളാ തൊണ്ടി മുതലിനെ വന്ന് കാണിക്കണ്ടേ. തൊണ്ടി മുതൽ ഒളിച്ചിരിക്കണേ. കർത്താവിന് സാക്ഷ്യം പറയാൻ വേണ്ടി ലജ്ജിക്കരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 1:8. 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അതാണ് വിഷയം. കാര്യം കർത്താവ് തന്നെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിൽ പോയി നിന്റെ ബന്ധുക്കളോട് പറയണം കർത്താവ് നിനക്ക് എന്താണ് ചെയ്ത് തന്നതെന്ന്. പിന്നെ ഈശോ പറയും, നീ ദെക്കാപ്പോലിസിൽ പോകണം, എന്നുവെച്ചാൽ സിറ്റി സ്റ്റേറ്റ് പട്ടണത്തിൽ പോയിട്ട് പറയണം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരോട് പറയണം. അപ്പോൾ സാക്ഷ്യം സ്വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ്, ദൈവികമായ നിയമമാണ് സാക്ഷ്യം പറയുക എന്നുള്ളത്. ലൂക്ക 8:38-39. ലൂക്ക 8:38 വാക്യം. പിശാച് ബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. അവനോട് പറഞ്ഞത് വീട്ടിൽ പോയി പറയാനാണ് പറഞ്ഞത്. പക്ഷെ അവനെന്ത് ചെയ്തു? വീട്ടിലും പറഞ്ഞ് പട്ടണത്തിലും പറഞ്ഞു. അങ്ങനെയായിരിക്കണം സാക്ഷ്യം പോകേണ്ടത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ്? വീട്ടുകാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. വീട്ടുകാരെ ബോധ്യപ്പെടുത്തുമ്പോൾ എന്ത് പറ്റും? അവർക്ക് വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റീന അടുത്തല്ലേ ഈ അനിത ടോമി പറയണത് എന്താണ്? എനിക്ക് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ്, എനിക്ക് ഡിപ്രഷനാണ്,
എന്ന് പറഞ്ഞപ്പോൾ ഈ സൈക്കാട്രിനെ കാണാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ റീന പറയുന്നത്, നീ ഒരു സൈക്കാട്രിനെയും കാണണ്ട, നിനക്കൊരു ഡിപ്രഷനും ഇല്ല. ആരാണ് തീരുമാനിക്കണത്? പ്രേക്ഷിത തീരുമാനിക്കും. അതാണ് അധികാരം, ആത്മീയ അധികാരമാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് അവർ ഇല്ലെന്ന് പറയണത്. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രുതികടെ ഹല്ലേലൂയ. 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 അപ്പോഴേ അനിത ടോമി വന്നിരുന്നപ്പോൾ തന്നെ ഈശോ അപ്പോൾ തന്നെ ആ ഫയൽ എടുത്തിട്ട് ഒറ്റ ക്ലാസ് കൊണ്ട് വിദ്വേഷം മാറ്റി, അതുപോലെ തന്നെ സങ്കടവും മാറ്റി, കാളെ കഴുകി. അപ്പോൾ ഉടമ്പടി ക്ലാസ് നിസ്സാരമല്ല. ക്ലാസ് നിങ്ങൾ കേൾക്കണം, നല്ലതാണ് എപ്പോഴും. ക്ലാസ് മാത്രമല്ല, അതിൻ്റെ മുഴുവനും ഫോളോ അപ്പ് ആദ്യ ചൊവ്വാഴ്ച ധ്യാനത്തിലാണ് ഉള്ളതേ. അതാണ് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഈ പല അണ്ണന്മാർ എന്നെ കാണാൻ വരത്തില്ലേ, അപ്പോൾ 5 പുതുക്കിയവരൊക്കെ ഉണ്ടേ. അപ്പം ഞാൻ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച അച്ഛൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അപ്പോഴെന്ത് പറയും? പബ്ബ ജബ ജബ. എന്ത് സമയം? ഒന്നും പഠിച്ചിട്ടില്ല. ഇവർ ഈ സാധനം വെച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്നറിയാം, ഇവർ തന്നെത്താൻ ഈ ഉടമ്പടിയെ കൊന്ന്, ഇവർ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇവരെ. കാര്യം ദൈവമായിട്ട് ഇവർ ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റിലാവും. എന്താ കാര്യം? അവർ ദൈവത്തിനെ വഞ്ചിച്ചിട്ട് ഇപ്പം അച്ഛനെ കണ്ടിട്ട് ചില ആൾക്കാർ ഒരു പരിപാടി കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ഉടമ്പടി ജീവിക്കാനല്ല, പെട്ടെന്ന് വല്ലതും നടക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് നോക്കാം, ഷോടത്തി എടുക്കണ പോലെ എടുക്കും. അപ്പം അങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ മാസമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഉടമ്പടി ഉഴപ്പ് വരും. ഉടമ്പടി ഉഴപ്പിയിട്ട് പിന്നീട് എന്തെങ്കിലും കാര്യത്തിന് അച്ഛനെ കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് കൊണ്ടുവന്ന് പുതുക്കും. അപ്പം ഞാനിവിടെ റീനയെ നിർത്തിയിട്ടുണ്ട്. എന്താ കാര്യം അറിയാമോ? ഇവരെന്നാണ് അവസാനം ഉടമ്പടി പുതുക്കി എടുത്തത്, എന്നാണ് പുതുക്കിയെന്ന് നോക്കാൻ വേണ്ടി. ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? കാരണം ഓഫീസിൽ തിരക്കിലൊന്നും നോക്കത്തില്ല, ഞങ്ങളിവിടെ നോക്കും. ഞങ്ങൾ നോക്കണത് എന്താണ്? ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി, പിന്നീട് പുതുക്കണത് ഇന്നലെയാണ്, അല്ല ഇന്നാണ്. ഇന്ന് ഇവർ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഇവർ പുതുക്കിയിരിക്കണമെന്നല്ലേ, ഉടമ്പടി ജീവിക്കാനല്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി 1 കൊല്ലമായിട്ട് ജീവിച്ചിട്ടില്ല, ഇപ്പോൾ എന്നെ കണ്ടു പോകുമ്പോൾ നിങ്ങൾ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് വന്ന വണ്ടി തന്നെ യൂട്ടേൺ അടിച്ച് പോയിക്കൊള്ളാൻ പറയും. അതെന്താ? വളരെ ശ്രദ്ധിക്കണം. അത് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഏത് കാലത്തെയും സത്യസന്ധമായ ഒരു ജീവിതക്രമമാണ്. അതിൽ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കത്തില്ല ഈ സംഭവം. നിങ്ങൾക്ക് എന്തെല്ലാമാണോ ജീവിതത്തിന് വേണ്ടതെന്നുള്ളത് നിങ്ങളെക്കാൾ നല്ലവണ്ണം നിൻ്റെ ദൈവത്തിനറിയാം. ദൈവം ആ സംഭവം എടുത്തു കഴിഞ്ഞാൽ അടിക്കടി വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സത്യസന്ധമായി ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ കർത്താവ് അവളെ വിശുദ്ധീകരിച്ചു. അവളുടെ വിദ്വേഷമെല്ലാം പോയി, അവളുടെ ദേഷ്യമെല്ലാം മാറി. അവൾ ശരിക്കും ഒരു വിശുദ്ധിയിലേക്ക്, അവൾ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ അവൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇവളുടെ ഈ മെഡിക്കൽ ചീട്ടുണ്ടായത് കാരണം അന്ന് തന്നെ ആൾക്കാരെ വന്ന് എന്നെ കാണാൻ ഒരു അവസരം കിട്ടി. അന്ന് ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ അവളുടെ ഈ ബയോപ്സിക്ക് വിട്ടി, തൊണ്ടയിൽ ബയോപ്സി FNAC ചെയ്തപ്പോഴും ഒരു മുഴയല്ല 3 മുഴയുണ്ട്. 1 മുഴ ക്യാൻസറസ് ആണ്. അത് നമ്മൾ അറിയപ്പെടാതിരുന്ന മുഴയാണ് ക്യാൻസറസ്. അതിൻ്റെ സാമ്പിൾ ടെസ്റ്റിൽ ക്യാൻസറസ് ആണത്. അപ്പോൾ ക്യാൻസറസ് ആയിട്ട് ഇവിടെ വരണത്. പക്ഷെ ഞാനിത് ഇവളുടെ ഈ മെഡിക്കൽ പേപ്പർ കൊണ്ടുപോയി അമ്മയുടെ മധ്യസ്ഥന് വെച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ ചൊല്ലി ഈശോൻ്റെ അടുത്ത് കൊണ്ടുവച്ച് വിശ്വപ്രമാണം ചൊല്ലി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനതിൻ്റെ വലിയ ആനക്കായ പ്രാർത്ഥനയാണ് ചെല്ലണമെന്ന്? ഇല്ല, പ്രാർത്ഥനയെല്ലാം കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയുള്ളൂ. ആ വിശ്വാസ പ്രമാണം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ ഇത്തിരി നമ്മൾ തമ്മിൽ ചെല്ലുമ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. കാര്യം നിങ്ങളിത് പ്രാർത്ഥനയായിട്ട് പട്ടിക പോലെ ചെല്ലുകയാണ്. ഒന്നിൻ്റെ നന്ദണ്ടേ, മനസ്സിലല്ലേ? ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഏക ദൈവം 10,000 നമുക്കെന്താണെന്ന്.
മനസ്സിൽ എന്താണ് പറയണമെന്നൊക്കെ ഒരു ഐഡിയ ഇല്ലേ? ഏക ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേ ഏകമായാലും എന്ത്, പത്തായാലും എന്ത്, ദൈവമല്ലേ, വിശ്വസിച്ചാൽ പോരെ. ഇങ്ങനെ ഒരു വാർത്താ മട്ടിലാണ് നിങ്ങൾ ഈ വിശ്വാസം കൈകാര്യം ചെയ്യണത്. ഞങ്ങൾ ഏകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാംശത്തിൽ പോലും 00 അത് ഷാർപ്പായിരിക്കും. കാര്യം ഞാൻ ഒരു മനുഷ്യന് ഏക ദൈവത്തെ വിശ്വസിക്കണമെന്ന് ഒറ്റ വാക്ക് ചങ്ക് കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇന്ന് മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ ഈ കൃപാസന ശുശ്രൂഷ കൊണ്ട് പഠിച്ചെടുത്തത്. അപ്പോൾ ഒരു സാധനം എന്ത് പറയുന്നു എന്നുള്ളക്കുപരി ആര് പറയുന്നു എന്നുള്ളതും പ്രശ്നമാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രശ്നമാണ് ആര് പറയുന്നു എന്നുള്ളത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആഡ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ കട്ട സഹിച്ചത്. ഇവളെന്ത് ചെയ്ത്, അനിത ടോമി എന്താ ചെയ്തിരിക്കണത്? ക്ലാസ് കേട്ടപ്പോഴെന്ത് ചെയ്ത്, ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൾ പോയി കുമ്പസാരിച്ച്. ക്ലാസ് കേട്ടപ്പോൾ കുമ്പസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴിയാഴ്ച കുമ്പസാരമല്ല. കുഴിയാഴ്ച കുമ്പസാരം അറിയാമല്ല, ചത്തവർക്ക് വേണ്ടി മരിച്ചവർക്ക് കുമ്പസാരിക്കണം. അതായത് ഒരു പശ്ചാത്താപം കാണത്തില്ല പിശാചിന്. അച്ഛൻ കുമ്പസാരം കൂടി ഇരിക്കണ കാരണം അവിടെ പോയി എന്തെങ്കിലും പറയണമെന്ന് ചോദിച്ചാൽ പണ്ടത്തെ പട്ടിക പറഞ്ഞു പോകും. എൻ്റെ അടുത്താണെങ്കിൽ അപ്പം അപ്പോൾ പിടിവരുവാവും. എനിക്കറിയാം കള്ളത്തറയിൽ പറയണമെന്നും ഈ സത്യസന്ധതയല്ലെന്നും. ഞാൻ പറഞ്ഞു, മാറുന്നേ, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? ഈ സംഭവമല്ലേ നേരത്തെയും പറഞ്ഞത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണോ ഇത് കുമ്പസാരിക്കണത്? ഇത് സത്യമായ സന്തതമായ കുമ്പസാരമാണോ? ഞാൻ ചോദിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്താണ്? ഇവരെ കുമ്പസാരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇവരെ വിശുദ്ധീകരിക്കുക, സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കുകയാണ്. അത് നല്ല. ഇപ്പം നിങ്ങളോട് ശാന്തമില്ലാതെ സംസാരിച്ചെങ്കിൽ ഞാൻ ജനങ്ങളോട് സൗമ്യമായിട്ട് സംസാരിക്കത്തുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അവർക്കറിയത്തില്ല. അവർക്ക് യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്യണതാണ് പല കാര്യങ്ങളും. പക്ഷെ റീന ഇങ്ങനെ, അല്ലെങ്കിൽ അനിത ടോമി ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യണതല്ല. അനിത ടോമി ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് എനിക്കുള്ള ബന്ധം മുറിഞ്ഞുപോയി. എൻ്റെ വൈരാഗ്യവും, കാര്യം ദൈവം സ്നേഹമല്ലേ. അപ്പോൾ എൻ്റെ വൈരാഗ്യം, വിദ്വേഷം, അതെല്ലാം കൊണ്ട് അത് മുറിഞ്ഞുപോയി. അപ്പോൾ എനിക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കണം. സങ്കടമാണ് ആളിനെ. കണ്ട, ഒരാളിൻ്റെ ഇപ്പോൾ കുമ്പസാരത്തിൽ മിനിമം പശ്ചാത്താപം ഇല്ലെങ്കിൽ നിങ്ങൾ കുമ്പസാരത്തിൽ എന്താ കാര്യമായിരിക്കണം? ഏറ്റവും മനുഷ്യന് വേണ്ടത് അതാണ് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണത്, ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. അതാണ് നല്ല കുമ്പസാരം. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോൻപ് കാലമായതുകൊണ്ട് കർത്താവ് എന്നിലൂടെ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരികയാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ഈ അനിത ടോമിയുടെ കുമ്പസാരം കഴിഞ്ഞപ്പോൾ കുമ്പസാരക്കാരൻ പറഞ്ഞു, അനിതേ, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതെല്ലാം ശരിയാണ്. നീ ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. നിനക്ക് എന്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് കൂടെ ഇതങ്ങോട്ട് കൂട്ടിവെക്കാൻ പാടില്ല? എന്തുകൊണ്ട് നിനക്ക് നമ്മുടെ കർത്താവ് വല്ല തെറ്റും ചെയ്താ? ആരുടെങ്കിലും കടുത്തേക്ക് കയറിയാ? ആരെങ്കിലും നിന്ദിക്കുന്ന വല്ലതും ചെയ്താ? ആരെങ്കിലും ഉപദ്രവിച്ച? ഒരു തെറ്റും ചെയ്യാതെ അല്ലേ കർത്താവ് ഇത്രയും അനുഭവിച്ചത്? അപ്പം നിൻ്റെ അനുഭവങ്ങളെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ കൂട്ടിവെക്കുമ്പോൾ നീ കർത്താവിൻ്റെ രക്ഷണീയമായ കൃത്യത്തിൽ പാപശാപത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ നീ പങ്കെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ പരമപിതാവ് പ്രസാദിച്ച് കർത്താവിന് കൃപ കൊടുത്ത പോലെ നിന്നെയും കർത്താവ് കൃപ തന്ന് അനുഗ്രഹിക്കും. എന്ത് സുന്ദരമായ ഉപദേശമാണ്! ആ ഉപദേശം അനിത ടോമി അങ്ങനെ തന്നെ ഇങ്ങനെ പറയുകയാണത്. ഇവളെ സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിട്ട ആളാണേ. റീനയാണ് വഴി പിരിച്ചിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് വിടണത്. റീനയാണ് പറഞ്ഞത്, നിൻ്റെ കാര്യം കൃപാസനം മാത്രം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ്, നിനക്കൊരു ഡിപ്രഷൻ ഇല്ലെന്ന് പറഞ്ഞ്. ഇപ്പം എന്നാ പറ്റി? ഒരു കുമ്പസാരം കൂടി കഴിഞ്ഞപ്പോൾ ആൾ ഊക്കിയായി. അതിനുശേഷമാണ് വന്ന് അച്ഛനെ കാണുന്നത്. കണ്ടു കഴിയുമ്പോൾ ഞാനെന്ത് ചെയ്യണത്, ഞാൻ ഈ സംഭവം എടുത്തിട്ട് ഇവളുടെ ക്യാൻസർസ് ആയിട്ടുള്ള റിപ്പോർട്ട് അമ്മയെടുത്ത് കൊണ്ടേ കൊടുക്കും. അമ്മയുടെ മധ്യസ്ഥമല്ലേ, ആ പച്ച മഷി കൊണ്ട് ഒന്ന് വരച്ചേക്കാൻ പറയും. കാര്യം എന്താണ്, അവൾ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളവൾ. ആ പച്ച മഷി കൊണ്ട് വരച്ചാൽ പിന്നെ ഈശോ നോക്കത്തുമില്ല, യാതൊരു ഒബ്ജക്ഷൻ ഉന്നയിക്കത്തില്ല. അതാണല്ലോ ഉടമ്പടിയുടെ രഹസ്യം എന്ന് പറയുന്നത്. അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുകയല്ലേ. പക്ഷെ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചോളാവും. ദൈവത്തിന് ഉറപ്പ് വേണം.
അവിടെയാണ് നമ്മുടെ റിസ്ക്. അതാണ്. അല്ല ഇവിടെ കൊണ്ടുവന്ന് പശു പ്രസവിക്കണം, അമ്മ പ്രസവിക്കണമെന്ന് പറഞ്ഞ് എഴുതി വെക്കത്തില്ലേ? രണ്ടും പ്രസവമാണല്ലോ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളെ കളിയാക്കണം അങ്ങനെയാണ്. ഓരോ അണ്ണന്മാർ കിട്ടുമ്പോൾ തന്നെ കുത്തിരുന്ന് എഴുതുകയാണ്. 6 കാര്യം പറയുമ്പോൾ 60 കാര്യം എഴുതിയിട്ട് തിരിയില്ല. അവർക്ക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഇല്ല. കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഇല്ല. ചിലർക്ക് കാര്യങ്ങൾ കർത്താവ് തന്നെ ആയിരിക്കും. കർത്താവ്, എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നീയാണ്. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ ഇടവരുത്തരുത്, നിൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. അപ്പം വിഷയം മാറി. അപ്പം ദൈവത്തെ ജെനുവിനാണെന്ന് മനസ്സിലാകും. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാനിത് അമ്മയോട് പറഞ്ഞു, അമ്മയെ പച്ചമഷിക്കൊന്ന് വരയിട്ടേക്കണേ, അത് ജീവിച്ച് പോട്ടെന്ന് പറയും. അത് എന്നിട്ട് കൊണ്ടുവന്ന് ഈശോൻ്റെ അടുത്ത് കൊടുത്തിട്ട് വിശ്വപ്രമാണം ചെല്ലും. പിന്നെ ഒരു ബന്ധനം മോചനം ഡെലിവറൻസ് പ്രാർത്ഥനയും ചൊല്ലിയിട്ട് അവൾക്ക് കൊടുക്കും. ഡെലിവറൻസ് പ്രാർത്ഥന ചൊല്ലിയിട്ട് അവൾക്ക് കൊടുക്കും. കൊടുത്തിട്ട് പറയണത് എന്താണെന്ന് അറിയാവ? സാക്ഷ്യം വന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് എവിടുന്ന് കിട്ടി? ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞത്. അപ്പം ഞാനിത് അനിത ടോമിക്ക് പറഞ്ഞ് അമ്മ പറയേണ്ട സാക്ഷ്യം വന്ന് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. അപ്പം സാക്ഷ്യം വന്ന് പറയാൻ വേണ്ടി അവൾ പോവുകയാണ്. പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ റിസൾട്ട് വരുമ്പോൾ എന്താ പറയണത്? FNACയിലും സാമ്പിൾ ടെസ്റ്റിലും ക്യാൻസർ ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ഇല്ല, നെഗറ്റീവ്. അപ്പോൾ ഇതാണ് ഉടമ്പടി. പക്ഷേ ഉടമ്പടിയിലെന്ന് പറയണത്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയണത്, ശാസിച്ചൊക്കെ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വഴക്കുണ്ടാവുള്ളതല്ല. നിങ്ങൾ ഈ അലംഭാവവും ആലസ്യവും മാറ്റിയിട്ട് വൃത്തിയും മെനയുമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഉടമ്പടിയിലോട്ട് വരണം. അതിനാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ സ്വഭാവം ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. കാര്യം എൻ്റെ സ്വഭാവം ഇതല്ലേ, ഞാൻ വളരെ സൗമ്യയോട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉഴപ്പായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും അവരൊരു സൈഡ് ആരെങ്കിലും പറഞ്ഞപ്പോൾ കേട്ട്, എന്നാൽ ഇപ്പം അവർക്ക് ഞങ്ങളുടെ കിഴക്കേ വീട്ടിൽ കിട്ടിയ അനുഗ്രഹം, പടിഞ്ഞാറേ വീട്ടിൽ കിട്ടിയ അനുഗ്രഹം, ഇനിയിപ്പോൾ നമ്മൾ മാത്രം, ഇനിയിപ്പോൾ നമുക്കായിട്ട് കുറയേണ്ട കാര്യം, നമുക്കും പോയി എന്നാൽ നീയും ഉടമ്പടി എടുക്കരുതെന്ന് പറയും. ഈ ഉടമ്പടി തുടങ്ങിയ കാലം 2015. 2016 ഒരു ചേടുത്തി വന്നായിരുന്നു ഇവിടെ. ഒരു മോള് പൂങ്കാവിൽ പോകാൻ പോണ വഴിക്കാണ് ഇവിടെ വന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് കലവൂരിറങ്ങി 1 കിലോ ചെമ്മീൻ മേടിച്ചു ചന്തയെന്ന്. ചെമ്മീനും മേടിച്ച് ഇവിടെ വന്ന് നിൽക്കുക. അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൊച്ചെ ഒന്ന് വെറുതെ വേഗം വിടണുണ്ടാക്കി, ചെമ്മീൻ ചിഞ്ഞു പോകുന്നു. എന്ത് പറയാനാണ്? അങ്ങനെയുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട് പണ്ട്. പക്ഷെ അന്ന് കൗൺസിലേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്താണ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ സൈഡായിട്ട് പോകുന്ന വഴിക്ക്, എന്നാൽ ആലപ്പുഴ അളിയൻ്റെ വീട്ടിൽ പോകുകയല്ലേ എന്നൊരു ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് കയറിയാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ അച്ഛന്മാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, വന്ന ആൾക്കാരെ പ്രാർത്ഥിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അകത്ത് ഇത് പെരുവഴിയല്ലേ, നാഷണൽ ഹൈവേ അല്ലേ, ആ പോണ വഴിക്ക് ഇവിടെ ആൾ കൂടി നിൽക്കണം. ഇതെന്താ? ഇവിടെ കൃപാസനം ആണോ? എന്നൊന്ന് ഇറങ്ങിയേക്കാം. അവിടെ അപ്പുറത്ത് പോയി ചായയും കുടിച്ച് ഇവിടെ വരുമ്പോഴാണ് അച്ഛനിരിക്കണം. അങ്ങനെ തലേന്ന് കാണിച്ചേക്കും. പേരെന്താ? കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന പേര്. എന്ത് ഇവൻ്റെ മിക്കവാറും പൊറുക്കാൻ കഴിക്കണം, മരിക്കാനാകും. പിറ്റേ ആഴ്ചയിൽ എന്താ ഇവൻ തമ്പുരാന് പണി തന്നിരിക്കണമല്ല, പോണ വഴിക്ക് കയറി തമ്പുരാന് പണി കൊടുത്തിരിക്കണതാണ്. അപ്പം അത്രയും പ്രാധാന്യമേ ഉള്ളു. നമ്മൾ അഡ്രസ്സ് ചെയ്യരുത്. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അവർ ഉടമ്പടി എടുത്ത് ഇതിനു വേണ്ടി തന്നെയാണ് വന്നതെന്ന് നമ്മൾ നോക്കണം. കർത്താവിൻ്റെ കാര്യം ഇത് ഭയങ്കര സീരിയസ് ആയല്ലേ, സത്യസന്ധമായ കാര്യമാണ്. ഞാൻ അച്ഛന്മാരെ എല്ലാം വിളിച്ചതിനെ മുറി ഇരുത്തി കറക്റ്റ് കാര്യം പറയും. എന്താ കാര്യം? അച്ഛന്മാർക്ക് അറിയത്തില്ലല്ലോ. ഒന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ല അഭിഷേകം മേടിച്ചിരിക്കണത്, അങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കാം. ഞാൻ അത്തരം കൈയൊന്നും നീളണ്ട. എന്താ കാര്യം? ഈ കക്ഷി ഇതിനു വേണ്ടിയാണ് വന്നത്. ഇത് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. ലോകത്തിൽ ഇവിടെ മാത്രം എന്താ ഉടമ്പടി തരാൻ കാര്യം? അത് ഒറ്റ ചിന്ത പോരെ. അത് നിലനിൽപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് നമ്മുടെ ചുണ്ട് ചലിപ്പിച്ചാലും കർത്താവിന് പ്രയോജനം ഉണ്ടാകണം തന്നെ ഞാൻ ഈ 30 കൊല്ലം ചിന്തിച്ചിരിക്കണത്. അപ്പം കർത്താവിൻ്റെ മുമ്പിലുള്ള നിപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ കർക്കശ്യമാണ്. നമ്മൾ കൊടുക്കണ പൊന്നിനേക്കാളും തങ്കത്തെക്കാളും വിലയുള്ള ദൈവത്തിൻ്റെ കൃപയാണ് കൊടുക്കണത്. അപ്പം അത് വാങ്ങുന്നവന് ആ ബോധം ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ബോധം ഉണ്ടാക്കും. അത് ആ ബോധം ഉണ്ടാക്കും. അപ്പം അത്
അത് അച്ഛൻ ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾ സത്യസന്ധമായിട്ട് ആണ് വിഷയം പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ അനിതാട്ടോ പറഞ്ഞ ഒരു വേറെ കാര്യമുണ്ട്. അനിതാട്ടോ പറഞ്ഞേ എനിക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വന്ന ക്യാൻസർ ഇല്ലെന്ന് തെളിഞ്ഞ്, പക്ഷേ എന്നാലും ആ മുഴ കളയണ്ടേ, അപ്പോൾ മൂക്കിൽ കൂടി ട്യൂബ് ഇടേണ്ടി വരും. അപ്പോൾ അനിതാട്ടോ പറയണേ എൻ്റെ മൂക്കിലൊരു കുരു ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. മൂക്കിലൂടെ ട്യൂബ് കയറ്റി കഴിയുമ്പോൾ ആ കുരുവൽ ഉരഞ്ഞാൽ എനിക്ക് ഭയങ്കര സീനാവും, എന്ത് ചെയ്യൂ? അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ട് ബിഷോപ്രമാണെങ്കിലും മൂക്കിൻ്റെ അകത്ത് കൈയിട്ട് തേച്ച്, അത് കാണാനില്ലെന്ന്. അതെന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ സത്യസന്ധമായിരിക്കും ദൈവം. ദൈവം സത്തയിൽ തന്നെ സത്യസന്ധനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സത്യാവസ്ഥ നിങ്ങളും കൂടി സത്യമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ദൈവം സത്തയിൽ തന്നെ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. നമ്മളാണ് ഇനി പ്രശ്നം. നമ്മൾ കൂടി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്നാണെന്നറിയാം സ്പീഡപ്പ് ആകണത്. സാക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഈ സത്തയിൽ തന്നെ സത്യസന്ധനാണ്. അങ്ങയുടെ നാമത്തിലെ സുവിശേഷം ജീവിക്കുമ്പോഴേ സത്യസന്ധത പാലിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അനിത ടോമി പറയുന്ന മൂന്നാമത്തെ കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയണതേ ഉടമ്പടി എൻ്റെ ജീവിതത്തിന് എനിക്ക് തന്നത്, ഉടമ്പടി ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം ബലപ്പെടുത്തി. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഒരു ജീവിതമാണ്. അതിനകത്ത് കുശുമ്പും കുന്നായ്മയും പങ്കുവെക്കുമ്പോൾ തമ്മിലടിയും പരദൂഷണവും എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ സാധാരണ ജീവിതം. ഉടമ്പടിയോടുകൂടി ഈ സാധാരണ ജീവിതം അങ്ങോട്ട് മാറ്റും. ആ പേജ് അങ്ങോട്ട് കീറിക്കളയും. നിങ്ങൾ വല്ല പേജ് കീറി കളയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതാണ് പ്രശ്നം. കുശുമ്പും കുന്നായ്മയും പരദൂഷണവും വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഭർത്താവിനിടയ്ക്ക് ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെ മത്സരം, ഇങ്ങനെ പല, അതായത് ഒന്നും നിങ്ങളെ കീഴടങ്ങാൻ തയ്യാറല്ല. നിങ്ങളിതെല്ലാം, അതായത് നമ്മൾ ഓരോ വിഷയവും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഏറ്റെടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലം പ്രാപിക്കും. ചിലപ്പോൾ നിങ്ങൾ നല്ല ആൾക്കാരായിരിക്കും, നിങ്ങളോട് ചെയ്ത അപരാധങ്ങളായിരിക്കും, നിങ്ങളെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. എഴുതി തള്ളാത്തോളം കാലം ആ തിന്മയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളുടെ ശത്രു നിങ്ങളോട് ചെയ്ത തിന്മയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. സുവിശേഷം രണ്ടിനെയും ഒരുപോലെ കണ്ടത്. ഇടി കൊണ്ടവനെയും ഇടിച്ചവനെയും സുവിശേഷം പ്രതിയായിട്ട് തന്നെ കാണുന്നത്. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിനെ സ്വീകരിച്ചവനാണെങ്കിൽ ഇടി കൊണ്ടവൻ കർത്താവിൻ്റെ നാമത്തിൽ റൈറ്റ് ഓഫ് ചെയ്യും. ഈ വിശുദ്ധന്മാരുടെ ജീവിതം മുഴുവൻ അതല്ലേ കർത്താവ് റൈറ്റ് ഓഫ് ചെയ്യണം. നിൻ്റെ ഒരു കർണത്തടിക്കണവന് മറുകരണം കാണിച്ചു കൊടുക്കും, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അതിനേക്കാൾ വലുതാണ്, നിന്നെ തല്ലിയവനേക്കാൾ വലുതാണ് ദൈവം നിനക്ക്. അപ്പോൾ ദൈവത്തെക്കാൾ വലുതാണ് എന്നെ തല്ലിയവനെന്ന് പറയുമ്പോഴേ തല്ലിയവനല്ലേ നിൻ്റെ ദൈവം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇത്തിരി പാടാണ്. അപ്പോൾ നിങ്ങൾ ഓർത്താ ഇത് ഈസിയാണെന്ന്. ഈസി അല്ല, ഇത് ഈസി അല്ലെന്ന് മനസ്സിലാകുമ്പോൾ ഈ കുരിശക്കാരി തുണിയില്ലാ കിടക്കണ കാണുമ്പോൾ മനസ്സിലാവണില്ല ഈസി അല്ലേ ഇത്. പക്ഷേ നമ്മളത് വില കൊടുക്കണം. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, ഞാൻ എപ്പോഴും ഓർക്കുവേ, ബൈബിള് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയണത്, കണ്ടീഷൻ എന്ന് പറയണത് ക്രിസ്തുവാണ്. ഇങ്ങനെ കണ്ടീഷൻ വെച്ച് ലോകത്ത് ആരുമില്ല. ഒരു മതനേതാക്കന്മാരും കണ്ടീഷൻ വെച്ച് പറയാൻ പറ്റത്തില്ല. കണ്ടീഷൻ വെച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിത് ക്ഷമിക്കുന്നു എന്ന് പറയാൻ വേറെ ആരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവൻ നമുക്ക് വേണ്ടി അതുപോലെ ക്ഷമിച്ചത് കൊണ്ടാണ്, അവൻ നമുക്ക് വേണ്ടി അതുപോലെ സഹിച്ചത് കൊണ്ടാണ്, അവൻ്റെ സഹനത്തെ പിതാവ് ഏറ്റെടുത്ത് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൃപയും മഹത്വവും മാറ്റിയത് കൊണ്ടാണ് അവൻ വിലയുള്ളവനായി മാറണത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ, നമുക്ക് പരാജയം തന്നവർ, നമ്മളെ സങ്കടപ്പെടുത്തിയവർ, അവരോട് നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ
അവൻ്റെ നാമത്തിലാണ് എല്ലാ സംഭവവും. അപ്പോൾ ഒരു ഉടമ്പടിയോടുകൂടി അവൻ്റെ നാമത്തിൽ നമ്മളെല്ലാം എഴുതി തള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ഉടമ്പടി വർക്കൗട്ടാവും. ദൈവത്തിൻ്റെ സങ്കടം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദൈവം പ്രവർത്തിക്കണതല്ല പ്രശ്നം, പ്രവർത്തിച്ചിട്ട് നമ്മൾക്ക് അത് അനുഭവിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ പ്രവർത്തിച്ചിട്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റണില്ല. ഇപ്പം ചില ആൾക്കാർ പറയുന്നില്ലേ, മരുന്ന് കയറണില്ല എന്ന് പറയും. ഇഞ്ചക്ഷനുണ്ട്, ഡോക്ടറോട് എഴുതി കൊടുത്ത ഇഞ്ചക്ഷൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് കുത്തിവെക്കാൻ ഒരു നേഴ്സുണ്ട്. പക്ഷേ നേഴ്സിന് എന്താ സംഭവിച്ചിരിക്കണത്? പൾസ് കിട്ടണില്ലെന്ന്. അതാണ് പ്രശ്നം. ഞരമ്പ് കിട്ടണില്ല. ബാക്കി അവിടെ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതായത് മരുന്നുണ്ട്, രോഗം കണ്ടുപിടിച്ചു, അതിന് മരുന്നുണ്ട്, മരുന്ന് അവൈലബിളാണ്, അത് പൈസ കൊടുത്തത് വാങ്ങിച്ചു, അത് കുറിക്കാൻ വേണ്ടി ഡോക്ടർ കുറിച്ച് തന്നിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അതിനനുസരിച്ച് കുത്തിവെക്കാൻ വേണ്ടി നേഴ്സും വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഞരമ്പ് കിട്ടണില്ല. അതാണ് പ്രശ്നം. അവിടെ ഇവിടെ ഇടിച്ചൊക്കെ നോക്കണം, തിരുമ്പി നോക്കണം, പക്ഷേ ഞരമ്പ് കിട്ടണില്ല. ദൈവത്തിന് എല്ലാ ഉടമ്പടിയുണ്ട്, ഉടമ്പടിയിലൂടെ എല്ലാ വിഷയത്തിനും അനുഗ്രഹമുണ്ട്, നേർച്ച വസ്തുക്കളുണ്ട്, പക്ഷെ ഞരമ്പ് കിട്ടണില്ല. അതാണ് പ്രശ്നം. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് തള്ളിക്ക് ഈ മരുന്ന് കയറണില്ല. മരുന്നിന് എന്താ കയറാത്ത എന്താ കാര്യം? വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പാപങ്ങളുണ്ട്. ഇനി ഈ ഉടമ്പടിക്കാലം കഴിഞ്ഞാൽ വീണ്ടും മുമ്പത്തേക്കാൾ ഇരട്ടി പാപം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞരമ്പ് കിട്ടണില്ല. ഈ ഞരമ്പ് കിട്ടാത്ത രോഗികൾ ഉടമ്പടി എടുക്കാതിരിക്കണം നല്ലത്. എന്താ കാര്യം എന്ന് ആദ്യം നിങ്ങളിത് കറക്റ്റ് ചെയ്യണം. കാര്യം ഉടമ്പടി ഇന്ന് വരെ ഉള്ളതിൽ ഏറ്റവും ഉന്നതമായ മനുഷ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ ദൈവിക നടപടിക്രമമാണത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ചില കാര്യങ്ങൾ ക്ഷമിച്ച് കളയണം, അല്ലെങ്കിൽ ഞരമ്പ് കിട്ടത്തില്ല. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങളോട് തന്നെയാണ് അപരാധം കാണിച്ചത്, ഒരു സംശയമില്ല. നിങ്ങളോട് തന്നെ അപരാധം കാണിച്ചത്, ഒരു സംശയമില്ല. അത് കണ്ടവരും വന്നവരും പോയവരും നിന്നവരും എല്ലാം നിങ്ങളോട് ചവിട്ടിക്കുട്ടിയാണ് പോയിരിക്കുന്നത്, ഒരു സംശയമില്ല. എല്ലാവരെയും മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ആളിൻ്റെ പേരിൽ, ഈ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തവൻ്റെ പേരിൽ, അവൻ്റെ പീഡാനുഭവങ്ങളോട് കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ യേശുക്രിസ്തു നേടാൻ വേണ്ടി എല്ലാം കുപ്പയായിട്ട് കരുതണമെന്ന് പറയാൻ നിർത്തിയായാൽ അപ്പോൾ ഉടമ്പടിയുടെ കൃപ കയറാൻ തുടങ്ങും, മരുന്ന് കയറാൻ തുടങ്ങും. യേശു ക്രിസ്തുവിനെ പ്രതി ഞാനെല്ലാം കുപ്പയായി കിടന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും. അപ്പൊ നീ പകരം ചെയ്യാനിരിക്കുന്ന ആള്, പ്രതികാരം ചെയ്യാനിരിക്കുന്ന ആള് നിന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, എൻ്റെ കുടുംബം തുലച്ചില്ലേ, എൻ്റെ കല്യാണം മുടക്കിയില്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തുലച്ചില്ലേ, ഇങ്ങനെ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഓരോ വ്യക്തിയെപ്പോഴും ഈ നോൻപ് കാലത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതണമെന്നാണ്. കാര്യം എന്നറിയാവോ? കർത്താവ് എന്താ പറയണത്? ഇനി നീ അവൻ്റെ പേര് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവനോടുള്ള വൈരാഗ്യവും വിദ്വേഷവും വക്രതയും വഞ്ചനയും എല്ലാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നീയും വേസ്റ്റാകും, അവനും വേസ്റ്റാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്നെ പ്രതി അതെല്ലാം വേസ്റ്റായിട്ട് കരുതണം. വേസ്റ്റ് എന്ത് ചെയ്യും? കൊണ്ടേ കളയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും, അല്ലേ? വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യണത്? അപ്പം ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്, നിങ്ങളെ സങ്കടപ്പെടുന്ന വ്യക്തികളെ പൂർണ്ണമായിട്ട് നിങ്ങൾ എടുത്ത് കളയണം, വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അപ്പം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിൻ്റെ വൈരാഗ്യം, ശത്രുത, വിദ്വേഷം, പിന്നെ നിങ്ങളെ സുഖിപ്പിക്കുന്ന മദ്യപാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദൈവത്തിൽ നിരക്കാത്ത ലൈംഗിക ബന്ധങ്ങളോ എന്തായാലും ശരി, അതെല്ലാം വേസ്റ്റായിട്ട് കരുതാൻ വേണ്ടിയാണ് നമ്മൾ കരിക്കുരിശിട്ടിരിക്കണം നെറ്റിക്ക്.
വേസ്റ്റായിട്ട് കരുതിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ടാണ്. കാര്യം അതെല്ലാം പൊടിയാണ്, അവസാനം പൊടിയായിട്ട് മാറുക മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഇന്നു മുതൽ ഉടമ്പടി ബേണാകാൻ തുടങ്ങാം, ഫയറാകാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തുവിന് നിരക്കാത്ത എല്ലാ അരൂപികളെയും ക്രിസ്തുവിനെ പ്രതി ഉച്ചിഷ്ടം പോലെ കരുതുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. നിങ്ങൾ അനിത ടോമിയുടെ ചരിത്രം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അനിത ടോമിയെ ഇറീന എന്ന് പറയുന്നൊരു പ്രേക്ഷിതയാണ് കൃപയിലേക്ക് കൊണ്ടുവരണത്. പക്ഷേ അതിനേക്കാൾ വരി നമുക്ക് ചിന്തിക്കാനുള്ളത്, അവരെ സൈക്കാട്രിസ്റ്റ് അവരെ സൈക്കാട്രിലോട്ട് വിട്ടതാണ്, ഡിപ്രഷനാണെന്നും പറഞ്ഞുകൊണ്ട്. അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് ഉയർന്നത്? എങ്ങനെയാണ്? അത് മെഡിക്കേഷൻ കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സാങ്കേതികമായ നൈപുണ്യം കൊണ്ടല്ല, മറിച്ച് എന്താണ്? അതായത് നമ്മളെ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ഉപവസിക്കുന്നവരുണ്ട്, ചൊവ്വാഴ്ച ഉപവസിക്കുന്നവരുണ്ട്, ഉടമ്പടി എടുക്കുക, അത് നോൻപിൻ്റെ ഉപവാസങ്ങൾ. ഉടമ്പടി എടുക്കുന്നവർ ബുധനാഴ്ച ഉപവസിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഉപവസിക്കേണ്ടത്. നോൻപിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് സാധാരണ കൂടുതലായിട്ട് വരണത്. അപ്പോൾ എല്ലാ ദിവസവും പച്ചരിക്കറി തന്നെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്, സഭയിൽ ഒത്തിരി പേരുണ്ട്. പക്ഷേ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ സുവിശേഷ സാക്ഷ്യ ജീവിതവും അതനുസരിച്ച് ക്രമീകരിക്കണം. കാര്യം നോൻപും ജീവിതവുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പച്ചക്കറി കഴിച്ചാൽ മാത്രമാണ് നോൻപെങ്കിൽ ഈ ആടൊക്കെ നേരത്തെ സ്വർഗത്തിൽ പോകേണ്ടതാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ജീവിതത്തെ ബന്ധിക്കാതെ അഭ്യാസങ്ങളും ആചാരങ്ങളും കാണിച്ചാൽ വല്ല ഫലങ്ങളൊന്നും കാണത്തില്ല. അപ്പം അതുകൊണ്ട് ജീവിതബന്ധിയായിട്ട് വേണം ഈ വിഷയം എടുക്കാൻ. നോൻപ് കാലത്ത് നമ്മൾ ഗുരുതരമായ രീതിയിൽ ഉച്ചകാല അടിസ്ഥാനത്തിൽ ദൈവത്തിലേക്ക് തിരിയുകയാണ്. അതുകൊണ്ട് വചന വായനയും ഭയങ്കര സ്നേഹത്തോടെ വേണം വചനം വായിക്കാൻ. നിങ്ങൾ വചനം വായിക്കണ പലരും സാങ്കേതികമായിട്ടാണ് വായിക്കണത്. ഇപ്പം ഞാനൊക്കെ വായിക്കുമ്പോൾ കണ്ണ് നിറയും. അത് ഇന്ന സമയമൊന്നുമില്ല, സമയം പരിശുദ്ധാത്മാവ് തോന്നിക്കണ എല്ലാ സമയത്തും ഞാൻ വചനം വായിക്കുമ്പോൾ തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാകും. വചനം എന്നുകൊണ്ട് അത്ര അനോയിൻറ്റിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ്. നിങ്ങളെ സാധാരണ പുസ്തകം എടുക്കണ പോലെ ബൈബിൾ എടുക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. എന്നിട്ട് ചരിത്രം വായിക്കുന്ന പോലെ വായിക്കും. അതല്ല സംഭവം. ഈ വചനം തന്നെ, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവത്തെ നമ്മൾ കയ്യിലെടുക്കുകയാണ് അക്ഷരരൂപത്തിൽ. അത് വായിച്ച് ശബ്ദം കൊടുക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കൃത്യമായിട്ടാണ് വചനം വായിക്കണമെങ്കിൽ നിങ്ങൾ വചനം എടുക്കുമ്പോൾ തന്നെ വായിക്കരുത്. വചനം വായിക്കരുത്. ഉടമ്പടിയിൽ അരമണിക്കൂർ വചനവാനയില്ലേ? അരമണിക്കൂർ വചനം അപ്പം തന്നെ എടുക്കുമ്പോൾ തന്നെ വചനം വായിക്കരുത്. എടുത്തിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെറുതെ ഇരിക്കണം, മൗനമായിട്ടിരിക്കണം. എന്താണ്? കർത്താവ് എന്നോട് സംസാരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ഒരുക്കം, മാനസിക ഒരുക്കം ഉണ്ടാകണം. കർത്താവ് എന്നോട് ഇപ്പോൾ സംസാരിക്കും. എന്നിട്ട് വേണം നിങ്ങൾ ഇത് വായിക്കാൻ. വായിച്ചു വരുമ്പോൾ ഒരു 2 സെൻറ്റൻസൊക്കെ വായിച്ചിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണം, ഒരു നന്മ നിറഞ്ഞൂറേയും ചെല്ലണം. അപ്പോൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന കിട്ടും. എന്നിട്ട് പിന്നെയും വായിക്കണം, പിന്നെ ഒരു സ്വർഗസ്ഥനായ ചെല്ലണം, ഒരു നന്മ നിറഞ്ഞൂറേയും ചെല്ലണം. കാരണം ഈ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞു പറയുക എന്ന് വെച്ചാൽ ഇട്ടിവിട്ട പ്രാർത്ഥനയാണ്, മുഴുവൻ വചനമാണ്. അതിലൊന്നും ഒന്നും തിരിയാനൊന്നുമില്ല. നിങ്ങളെ വസ്ത്രം കയ്യിൽ നിന്നൊക്കെ ഇട്ട് സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലുമ്പോൾ മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥനയല്ലേ, അതിൻ്റെ അകത്ത് ദൈവവചനം ഇരിക്കണേ. പക്ഷേ നന്മ നിറഞ്ഞ മറിയത്തിൽ മുഴുവൻ ദൈവവചനമാണ്, സ്വർഗസ്ഥനായ പിതാവ് മുഴുവനും ദൈവവചനമാണ്. അപ്പോൾ ഇത് നമ്മൾ വചനമായിരിക്കുമ്പോൾ ദൈവവചനം തന്നെ പ്രാർത്ഥനയുടെ ഭാഗമാക്കാൻ നോക്കണം. അപ്പോൾ അത് ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ പിന്നെ കർത്താവ് തോന്നും സംഭവം നമ്മൾ സീരിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കും. നമ്മളുമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് പോകുന്ന കാര്യങ്ങൾ കർത്താവ് സംസാരിക്കും വചനത്തിലൂടെ. കൂട്ടിക്കണക്കിന് മനുഷ്യരോടാണ് കർത്താവ് ഓരോ നിമിഷവും സംസാരിക്കണത്. അവരൊക്കെ ഇട്ടിച്ചു പൊളിച്ച് ജീവിക്കണത് ഈ പുസ്തകം കയ്യിലുള്ളത് കൊണ്ടാണ്.
അപ്പം അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയണത് പ്രത്യേകിച്ച് നോൻപ് കാലം കൂടി ആകുമ്പോൾ ഇനി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും. ചിലരിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചു പോകും. ഒറ്റയടിക്ക് വായിക്കണതിന് കുഴപ്പമില്ല, പക്ഷേ അഭിഷേകം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറയും, രൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നു നിൽക്കും, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും, ദൈവസ്നേഹം ഇങ്ങനെ എടുത്ത് തുളുമ്പും. അങ്ങനെ ഒരു ടീച്ചറാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വായിക്കാൻ പറ്റും, അത് തീരണ വരെ വായിക്കാൻ പറ്റും. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് വായിക്കുക, ഒരു സുഖസ്നേഹത ചെല്ലുക, ഒരു നിറഞ്ഞു ചെല്ലുക, പിന്നെയും 2 മിനിറ്റ് വായിക്കുക. അങ്ങനെ വായിച്ച് പോകുമ്പോൾ എപ്പോഴാണ് നമുക്ക് നിർത്താൻ തോന്നുന്നത് അപ്പം നിർത്തിയിട്ട് പോവുക. അല്ലെങ്കിൽ അരമണിക്കൂർ വായിക്കണമെന്നുണ്ട്, ഭാഷ നോക്കി സമയം വായിച്ച്, ആ ഭാഷ നോക്കി സമയം വായിച്ച്, അങ്ങനെ ദൈവത്തിന് കൈയും കാലും കടിച്ച് ഭീഷണിപ്പെടുത്തരുത്. അതല്ല, അതൊരു വായിക്കുന്ന സമയത്ത് 5 മിനിറ്റ് വായിച്ച്, ശ്രദ്ധയോടെ വായിച്ച്, സ്നേഹത്തോടെ വായിച്ചു, ഓവർ. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്നും പോയി വായിക്കണം. നിങ്ങൾക്ക് അനോയിൻറ്റിങ് ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾ സാങ്കേതിക വായനക്കാരായി പോകും. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഓക്കെ ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്, കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദ റീഡിങ്. അല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ജോലിക്ക് പോവുക, എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ ഒന്ന് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പക്ഷേ എന്നാൽ ഈ ടച്ച്, വചനത്തോട് ടച്ച് ചെയ്ത് നിൽക്കണം. ഇതെന്ത് സംഭവം എന്നറിയാമോ? നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ദൈവത്തിന് തോന്നുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മക്കൾ, നിങ്ങളിപ്പോൾ ചിന്തിക്കണത് എന്താണെന്നറിയാമോ? പിന്നെ അച്ഛനിങ്ങനെ പറഞ്ഞു, അച്ഛന് സമയമുണ്ട്, അച്ഛൻ വചനം വായിച്ചാൽ മതി, വീട്ടിൽ എന്തെല്ലാം പ്രശ്നം, മരുമകൾ തന്നെ പ്രശ്നമാണ് അവൾ. പിന്നെ ഉണ്ട് ഇപ്പോൾ അവൾ ബാംഗ്ലൂർ പോയി ആരാണ്ടൊരു ലൈൻ അടിച്ചെന്ന് കേട്ടു, ഇനി അതിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ 100,000 കെട്ടി, അതായത് ബാങ്കിൽ പഠിക്കാൻ വിട്ട മോളെ, അവൾ ലാൽ ബാഗിൽ പോയി എന്താ നമ്പർ കാണിച്ചതെന്നേ പറയണത്. അതെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ട്, അമ്മ ഇതുകൊണ്ട് വിഷമിച്ചിരിക്കുകയും. അപ്പോഴാണ് അപ്പം കുടിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ 100,000 സ്ഥലത്താണ് നമ്മ നിൽക്കണത്. അച്ഛനിങ്ങനെ വായിക്കാൻ പറഞ്ഞാൽ എങ്ങനെ വായിക്കാനാണ്, മുഴുവൻ പിജാജാണ് എന്നതെന്ന് പറയും. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ആദ്യത്തെ തന്ത്രം എന്ന് പറയണത്, എന്നിട്ട് നടപടി, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആദ്യ നടപടി. ഇപ്പം ഞാൻ അനിത ടോമിയുടെ കാര്യം പറഞ്ഞില്ലേ, അനിത ടോമി കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ മാത്രമായി. കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു, രോഗികളെക്കുറിച്ച് ചിന്തിക്കുന്നു, അനാഥരെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭർത്താവും ഭാര്യയും കൂടി ജോലി ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ അവർ കർത്താവിൻ്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ. അനിത പറയണേ, ആ ഒറ്റ ഫോൺ കോളിലൂടെ ഞങ്ങളുടെ കുടുംബപ്രശ്നം മൊത്തം തീർന്നെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത അത് ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കെന്തോന്നറിയാമോ, അനിത എന്തുമാത്രം അനിതയെ ഡിപ്രഷനാക്കി കൊണ്ടുപോയി സൈക്കാട്രി തള്ളിയത് ഈ കുടുംബപ്രശ്നമാണ്. പക്ഷെ നിന്റെ ദൈവത്തിന് നിന്റെ പ്രശ്നം തീർക്കാൻ ഒരു ഫോൺ കോൾ മാത്രം മതി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഐസയ്യാ 43:2 എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും, പറഞ്ഞേ, നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. ദൈവം പറയണതാണ്, വിഴുങ്ങണ്ടെന്ന് പറയും. നമ്മൾ പ്രശ്നങ്ങളെ നമ്മളെ വിഴുങ്ങി. ഇപ്പം യോനാനെ സിമംഗലം വിഴുങ്ങിയില്ലേ, എന്നിട്ട് അത് ദഹിച്ചില്ലല്ല. യോനാനെ തിമിംഗലം വിഴുങ്ങി. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ താമസിച്ചത്, ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ താമസിച്ചത് ഈ കടലിൻ്റെ അരികിലാണ്. ഒരു മല മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ കടലിൻ്റെ മുകളിൽ ഒരു കുന്ന്, കടലിൻ്റെ അരികിൽ. അപ്പോൾ അവിടെ ഒരു ജോപ്പ നഗരത്തിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടുത്തെ അച്ഛൻ പറഞ്ഞ്, ദേ ആ കാണുന്ന തീരമില്ല, ജനലക്കിടന്ന് ജനലും താഴെയിട്ട് കടലിൻ്റെ അരികിലേക്ക് അത് നോക്കുമ്പോൾ അവിടെയാണ് ജോന കൊണ്ടുവന്ന് തിമിംഗലം കൊണ്ടുവന്ന് ജോനാനെ കലക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി, പിറ്റേ ദിവസവും നോക്കി, ഇങ്ങോട്ട് പോരണ വരെ നോക്കിക്കൊണ്ട് നിന്ന്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര സുന്ദരമാണ്. നമ്മൾ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത സ്ഥലത്ത് പോണതേ വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇപ്പം ഞാനെപ്പോഴും ഓർക്കുകയെ, ഈ തിമിംഗലം വിഴുങ്ങിയത് സത്യമാണ്, പക്ഷേ ദഹിക്കാൻ കർത്താവ് അനുവദിച്ചില്ല. അതാണ് വിഷയം. അത് തന്നെയാണ് ഈ ഐസയ്യാ പറയണത്. നീ അഗ്നിയുടെ നടക്കും, പക്ഷെ അഗ്നി നിന്നെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല.
കർത്താവ് ആദ്യം ചെയ്യണ വിഷയം എന്താണെന്ന് അറിയുമോ? നീ ഉടമ്പടിയിലോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവ് ചെയ്യണത് എന്താണ്? നിന്നെ പൊള്ളലേൽപ്പിക്കാത്ത രീതി, തീ കത്തിക്കൊണ്ടിരിക്കും പക്ഷെ പൊള്ളലേൽപ്പിക്കുക. ദാനിയേലും അങ്ങനെയാണ്. ദാനിയേലിനെ കൊണ്ട് നമുക്ക് കുഴിയിലൊക്കെ ഇട്ടതല്ലേ. അതുപോലെ തന്നെ ബെൽത്താസർ രാജാവിന്, അതുപോലെ തന്നെ ഇവരെ കൊണ്ടുപോയി തീക്കുണ്ടത്തിൽ ഇട്ടതല്ലേ. ആ സമയത്തൊക്കെ തീ കത്തും പക്ഷെ പൊള്ളലേക്കത്തില്ല. ദൈവം എപ്പോഴും ചെയ്യേണ്ടത് മഹാസംഭവങ്ങളാണ്. ഇപ്പം ഈ അനിത ടോമിയുടെ കാര്യം തന്നെ എടുത്ത് 2 മുഴ കാണും. ആ മുഴക്ക് ക്യാൻസർ ഇല്ല. കാണാത്തൊരു മുഴയുണ്ട്, അതിൻ്റെ അടിയിലാണത്, കാണാൻ പറ്റില്ല, അതിന് ക്യാൻസറുണ്ട്. കണ്ട മുഴക്ക് ക്യാൻസർ ഇല്ല. കാണാത്ത മുഴ അവളെ അറിയിക്കാതെ കർത്താവ് കൊണ്ടുനടന്ന് ക്യാൻസറായിട്ട്. എന്നിട്ട് സമയം കിട്ടിയപ്പോൾ അവൾ കർത്താവിലേക്ക് തിരിഞ്ഞ സമയത്ത് എന്ത് ചെയ്ത്, അത് ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ അറിയേണ്ടത് നെഗറ്റീവാണെന്ന്. പക്ഷേ ഇവൾ പറയണത് എന്ത് വിഷയം, അത് പോസിറ്റീവാണെന്ന്. ഇവളെന്താ പറയണമെന്ന് അറിയാമോ? ഇവൾ അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഇത് FNAC ചെയ്തപ്പോഴേ ഇത് പോസിറ്റീവാണ്, ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇത് FNACക്ക് ടെസ്റ്റ് കൊടുത്ത് വിട്ടില്ലേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് FNAC ടെസ്റ്റ് കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ട് പറയും, അച്ഛാ FNACക്ക് പോയിട്ടുണ്ട്, ബയോപ്സിക്ക് പോയിട്ടുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കരയും. ഇവർക്ക് ഈ കരച്ചിൽ പോലും വരണില്ല. എന്താ കാരണം എന്നറിയാവോ? ഇവൾ മടുത്തു, ചാകണേം ചാകട്ടെന്ന രീതിയിലാക്കിപ്പോയി. പിടിവിട്ടേ, ആളിൻ്റെ ജീവിതം പിടിവിട്ട് പോയി. പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല. ഇപ്പം നമ്മളെ കൈയും കാലും മുങ്ങിപ്പോണ ആളെ കൈയും കാലോട്ട് അടിക്കണ്ടേ? ആ മുങ്ങട്ടെ, ചാകട്ടെ, എവിടെയെങ്കിലും പോയി അടിയട്ടെ. മനസ്സിടിഞ്ഞു പോയി. അതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. അങ്ങനെ നമ്മളെക്കൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കാനുള്ള എല്ലാ ഇച്ഛാശക്തിയും കെട്ട് കഴിയുമ്പോഴും ദൈവം എന്താ പറയണത്? നിനക്ക് തന്നെ നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, ദൈവവിശ്വാസം എന്ന് പറയണത് ഒരു ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ്. കാര്യം ഇപ്പം നിനക്ക് കടമാണ്. വീട്ടിലാണെങ്കിലും നമുക്കറിയാമല്ല, കടം വന്നു കഴിയുമ്പോൾ മക്കളും ഭാര്യയും എല്ലാം ഈ അപ്പന്മാരെ ഒറ്റപ്പെടുത്തും. അപ്പോൾ അപ്പന്മാർക്ക് തോന്നും വല്ല പാഠം എഴുതി പോയാൽ മതിയായിരുന്നു. അപ്പോൾ അമ്മയും മക്കളും ഒരു പാഠം പഠിക്കുമല്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നീ അറിയണം. ഇപ്പം നിനക്ക് ഇപ്പോൾ പൈസ കിട്ടണില്ല, നിനക്ക് കടമാണെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് എക്സ്കർഷന് പോകണമെങ്കിൽ സമയത്ത് പൈസ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ 1000 എക്സ്കർഷന് പിള്ളേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ എക്സ്കർഷന് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ പെരിച്ചാഴ് അപ്പനല്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ മക്കളെന്നൊക്കെ പറയണത്. നിങ്ങളെ മക്കളെ വളർത്തി പഠിക്കുന്നതോട് ഞാൻ പറഞ്ഞു തരികയാണ്. ഞാൻ പല മക്കളെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആനയാണ് പാലാണ് തേനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദൈവത്തെ പോലും പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമ്മുടെ ജീവിതത്തിന് കാശിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ബന്ധങ്ങളെല്ലാം ഗോവിന്ദ. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾ ജാമ്യം എടുക്കണം, എനിക്ക് നല്ലത്. അതുകൊണ്ടാണ് ദൈവം പറയണത്, കർത്താവ് ചോദിക്കില്ലേ, നിൻ്റെ ഭർത്താവിനേക്കാളും നിൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം അവൻ പോന്നവനാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ വിശ്വസിക്കാൻ തോന്നണത് തന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ നിങ്ങൾക്ക് കറണ്ടുണ്ട്, സിംഗിൾ ഫേസ് ആണെങ്കിലും ഉണ്ട്. ഇനി നിങ്ങളത് ബൂസ്റ്റ് ചെയ്ത് ഉടമ്പടിയിലോട്ട് വരുമ്പോൾ പെട്ടെന്നാണ് കത്തിപ്പിടിക്കണത്. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാത്തിനെയും അതിജീവിക്കും. ഒരു കാര്യം നമ്മൾ അനിത എന്ന് മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ അവൾക്ക് തന്നെ അവളെ വേണ്ടാത്ത സമയമുണ്ടായിരുന്നു. അവൾക്ക് തന്നെ അവളെ വേണ്ടാത്ത സമയം. അതാണ് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് മരിക്കട്ടെ, ആർക്ക് ചെയ്താം, എനിക്ക് ചെയ്താവില്ല, പിന്നെ എന്തിനാ നാട്ടുകാർക്ക് ചെയ്താം എന്ന രീതിയിലേക്ക് വരുമ്പോഴും എന്താ പറ്റണത്? ആ ദൈവത്തിൻ്റെ ആ കുടുംബത്തിൽ, ഞാനിപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആധ്യാത്മികത എപ്പോഴും പറയുന്നത്, എൻ്റെ മക്കളെ, കുടുംബത്തിൽ ഇപ്പം പല വ്യക്തികൾക്കും പല സമയത്താണ് ഇതുപോലെ ന്യൂനമർദ്ദം ഉണ്ടാകണതേ. ന്യൂനമർദ്ദമാണല്ല നമുക്ക്, അതായത് നമ്മുടെ പവറെല്ലാം വേറെ സ്ഥലത്തേക്ക് പോവുകയും നമ്മൾ നിസ്സഹായമായി നിൽക്കുകയും ചെയ്യുമ്പോൾ മരണബോധം വന്ന് വലിച്ച് ഇവിടെ നമ്മൾ കയറി വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആത്മഹത്യനൊക്കെ തോന്നുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഒരു കൃപ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇപ്പം ആചാരമൊക്കെ നടത്താം, പള്ളിയിൽ പോകാം, ക്രോയകൾ പഠനം നടത്താം. ഇപ്പം
ഞാൻ ചില സമയത്ത് ഓർക്കുവേ ഈ കുർബാനയ്ക്കുള്ളപ്പാട്, പ്രത്യേകിച്ച് ലത്തീങ്കാരുടെ ഇടയിലുള്ള കുർബാനയ്ക്കുള്ളപ്പാട് ഒരു 1.5 കുർബാനയ്ക്കുള്ളപ്പാടാണ്. അതിനേക്കാൾ നല്ല കല്യാണം കഴിക്കണം എന്ന് തോന്നണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണ വീട് പോലെയാണ്. പണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. പണ്ട് കുർബാനയ്ക്കുള്ളപ്പാടിന് തലയോട്ടപ്പനും വരുന്നു, പള്ളി കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, തീർന്നു, ഒരു കാപ്പി കൂടി കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇന്നിപ്പോൾ 2.5 ലക്ഷം രൂപയൊക്കെ കടവാണ്. ഈശോ വന്നതിൻ്റെ പേരിൽ ഇവരെല്ലാം പിശാചുക്കളായിട്ട് മാറും. ഈശോ ആ കുടുംബത്തിൽ വന്നതിൻ്റെ പേരിൽ മാത്രം അമ്മയും അപ്പനും എല്ലാം പിശാചുക്കളായിട്ട് മാറും. ആ 2-3 ആഴ്ച ആ വീട്ടിലെ അവസ്ഥ കാണണം നിങ്ങൾ. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ചതിക്കണതാണത്. ഇങ്ങനെ കുർബാനയ്ക്കുള്ളപ്പാട് നടത്തി പാപികളായ ഭണ്ഡാരങ്ങൾ കുറേ എണ്ണം ഉണ്ട് സഭയിൽ. അപ്പം ഇങ്ങനെ നിങ്ങളിതെല്ലാം കണ്ടിട്ട് ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ ഇവർ വിശുദ്ധരാണെന്നോ ദൈവത്തിന് അടുപ്പമുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. ഓരോ ആചാരങ്ങളും അർത്ഥം അറിയാതെ ആചരിച്ച് അനാചാരങ്ങളാക്കിയിട്ട് ആത്മഹത്യ ചെയ്യണ ആൾക്കാർ ചെയ്യണത്. യഥാർത്ഥത്തിലുള്ള അരൂപിയിലാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്ക് ഒരു സംരക്ഷണം കിട്ടും ദൈവത്തിൻ്റെ. ഇപ്പം അനിത ടോമിയെ ദൈവം സംരക്ഷിച്ചില്ലേ? അവൾക്ക് പോലും അവളെ വേണ്ടാത്ത സമയമായില്ല. അവൾക്ക് പോലും അവളെ വേണ്ട, അവൾക്ക് ഡിപ്രഷനാണ്. അപ്പോൾ അവൾ പറയണത് ചാകട്ടെ, ഒരു മരുന്നും വേണ്ട എന്ന് പറയുമ്പോഴാണ് മനസ്സിൽ തോന്നും, ആരെങ്കിലും ഈശോനോട് ബന്ധമുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. അപ്പോഴേ എന്താണ്, മാതാവ് കൊണ്ടുവന്ന് റീനയെ കൊടുക്കുകയാണ്. ഇതാണ് നീ പറഞ്ഞ ആൾ. അത് തന്നെ റീന അച്ഛനുമല്ല കന്യാസ്ത്രീയുമല്ല, ഒരു വീട്ടമ്മയാണ്. പക്ഷേ എന്താണ്, പവേഡാണ് ആൾ, പവേഡാണ്. അപ്പോൾ പറഞ്ഞാൽ നിനക്ക് ഡിപ്രഷൻ ഇല്ല, കണ്ട സുവിശേഷം പോണ പോക്ക് കണ്ടല്ലോ, നിനക്ക് ഡിപ്രഷൻ ഇല്ല, നീ കൃപാസ അമ്മയുടെ കാര്യം ചവിട്ട്, മണ്ണി ചവിട്ട്. പിന്നെ എന്താണ് അമ്മ തീരുമാനിച്ചോളൂ. അമ്മ തീരുമാനിക്കുമ്പോൾ എന്താ പറയണത്, വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറയുക. അമ്മ തീരുമാനിച്ച് അപ്പം തന്നെ പച്ചക്ക് വരക്കും, പച്ചക്ക് അപ്പം തന്നെ മഷിയുടെ വരക്കും. ഇത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് നിന്നെ വേണ്ടെങ്കിലും അതല്ലേ ബൈബിൾ പറയണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെപ്പോഴും ഓർക്കണം നമ്മള്. അവർ നേരത്തെ പറഞ്ഞതാണത്. ഞാൻ ഒരു കാരണവശാലും നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യത്തില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നേരത്തെ ഉള്ള അവിടുത്തെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിത ടോമിക്ക് അവളെ തന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് അവളെ വേണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണത്. ഇതിൻ്റെ ഈ ചേർത്ത് പിടിക്കൽ തന്നെ ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ദൈവം ഒരു കാലത്ത് നിന്നെ കൈവിടാതെ പിടിക്കുക തന്നെയല്ല, ആ വിഷയം നീ കൈകാര്യം ചെയ്യുന്നവരെ നിൻ്റെ കൂടെ നിന്നുകൊണ്ട് സഞ്ചാരിമാരെ കൈകാര്യം ചെയ്തുകൊണ്ട് നിന്നെ ഉയർത്തി അവളെ അനിത ടോമിയെ പൂർണ്ണമായി സുഖപ്പെടുത്തി അവിടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചു, അവിടെ കുടുംബജീവിതം ക്രമീകരിച്ചു, അവളെ വിശുദ്ധീകരിച്ചു, അവളെ സാക്ഷിയാക്കി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഈ ആരാധനയിലൊക്കെ പറയുന്ന സന്ദേശങ്ങളെല്ലാം പിന്നീട് സാക്ഷ്യമായിട്ട് വരുന്നുണ്ട്. ഇന്നലെയും ഒരു സാക്ഷ്യം വന്നായിരുന്നു. ആരാധനയിൽ നൽകിയ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ വേണം ഇതെല്ലാം ചെയ്യാൻ. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കള് അറിയാവുന്നൊരു വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ട് സ്വരത്തിൽ പ്രാർത്ഥിക്കണം, അല്ലാത്ത സ്തുതിക്കണം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം, കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം, അണിപ്രധാന അത്ഭുതകരം
നിങ്ങളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, അടുപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ, 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 ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഉദരരോഗികളെ നീ സുഖപ്പെടുത്തണമേ കർത്താവേ. മഹോരോഗ്യ സുഖപ്പെടുത്തണമേ കർത്താവേ. കരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹൃദയത്തെ സ്പർശിക്കണമേ, ആത്മറിയെ സ്പർശിക്കണമേ കർത്താവേ. ചെണ്ടിട്ടിരിക്കുന്നത് സ്പർശിക്കണമേ കർത്താവേ. 5 പാസ് ചെയ്തവരെ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അടിപ്പിണർ പോലെ, അടിപ്പിണർ പോലെ, അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അരിച്ചിറങ്ങട്ടെ. ശ്രദ്ധിക്കട്ടെ. നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, നടുവേദനകള്, കിഡ്നി രോഗങ്ങള്, ആമാശ രോഗങ്ങള്, ചെറുകിട രോഗങ്ങള്, പിസ്റ്റോഡിയ രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, അണ്ടാശയ രോഗങ്ങള്, നടുവിന്റെ വേദനകള് യേശു ക്രിസ്തുവിന്റെ നാമത്തില്, യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ. മക്കളെ, അമ്മമാതാവ് മധ്യസ്ഥം വഹിച്ച മാതാവിന്റെ പ്രത്യക്ഷ ദർശനം നൽകിയ വിശുദ്ധമായ അൾത്താറയിൽ നടക്കുന്ന ആരാധനയിലാണ് ഈ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവികമായ ശാസ്ത്ര പ്രാർത്ഥന നടക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. ഒറ്റ പ്രാർത്ഥന പോലും കൃപാസ്ഥാനത്താരെ പാഴായി പോകത്തില്ല. കാര്യം അതിന്റെ എല്ലാം മുദ്ര വെച്ചിരിക്കുന്ന അമ്മയുടെ പ്രത്യക്ഷകരമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഓരോ യാത്രയ്ക്ക് വേണ്ട, ജോലിക്ക് വേണ്ട രേഖകൾ സമാഹരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇപ്പോൾ ഓർക്കുന്നു. അൾത്താറയിലെ യാത്രയ്ക്ക് വേണ്ട, ജോലിക്ക് വേണ്ട രേഖകൾ സമാഹരിക്കുന്നവരെ ഓർക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെയും ഓർക്കുന്നു. അൾത്താറയിലെ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന മാത്രം വരുവാനും പഠിക്കുന്നതെല്ലാം പരീക്ഷ പ്രതിഫലിപ്പിക്കുവാനും ദൈവത്തിന് അനന്തമായ കാരുണ്യം മാതാവിന്റെ മധ്യസ്ഥ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കൃപാസ്ഥാന ഭയങ്കരമായ ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഇടമാണ്. 20 വർഷം, 22 വർഷം, 23 വർഷം, 25 വർഷം വരെ മക്കളില്ലാത്തവരെ ഒറ്റ ഉടമ്പടി കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മാതാവിന്റെ രൂപത്തിൽ നിന്ന സ്ഥലമാണിത്. കയ്യടിക്കട്ടെ, കയ്യടിക്കട്ടെ. മക്കളില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉദരങ്ങൾ തൊട്ടെ, മക്കളില്ലാത്തൊരു ഉദരത്തിൽ തൊട്ട് പ്രാർത്ഥിക്കട്ടെ, മക്കളില്ലാത്തൊരു ഉദരത്തിൽ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. സ്ഥല വിൽപ്പന ആഗ്രഹിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, സ്ഥലം വാങ്ങുന്നതിനായി ആഗ്രഹിക്കുന്നവര്, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവര്, വഴിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, അങ്ങനെ എല്ലാ മേഖലകളും കർത്താവിൻ്റെ കരുണ, മാതാവിൻ്റെ മധ്യസ്ഥതയില് കർത്താവിൻ്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും മാറാൻ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കിടപ്പ് രോഗികള്, മാരക രോഗികള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും